സൂറത്ത് അഹ്സാബ് 55-ാമത്തെ ആയത്തിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا إن المسلمين والمسلمات നിശ്ചയമായും മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും എന്നുവെച്ചാൽ മുസ്ലിമായ പുരുഷന്മാരും മുസ്ലിമായ സ്ത്രീകളും വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മുഅ്മിനീങ്ങളായ പുരുഷന്മാരും മുഅ്മിനത്തുകളായ സ്ത്രീകളും വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് ഭയഭക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും വസ്സാദിഖീന വസ്സാദിഖാത്ത് സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും വസ്സാബിരീന വസ്സാബിറാത്ത് ക്ഷമാശീലന്മാരായ പുരുഷന്മാരും സ്ത്രീകളും വൽ ഖാശിഈന വൽ ഖാശിആത്ത് വിനയമുള്ള ഖുശൂ എന്ന് പറഞ്ഞാല് വിനയം താഴ്മയുള്ള പുരുഷന്മാരും സ്ത്രീകളും വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് ദാനം ശീലമുള്ള ധർമ്മം ശീലമുള്ള പുരുഷന്മാരും സ്ത്രീകളും വസ്സായിമീന വസ്സായിമാത്ത് നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും വസ്സാകിരീന അല്ലാഹ കസീറ വസ്സാകിറാത്ത് അല്ലാഹുവിനെ അധികമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അഅദ്ദല്ലാഹു ലഹും അല്ലാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു മഗ്ഫിറത്തൻ പാപമോചനത്തെ വ അജ്റൻ അളീമ മഹത്തായ പ്രതിഫലവും എന്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ലാഹു തആല പാപമോചനം ഒരുക്കി വെച്ച്
പ്രതിഫലം, വലിയ പ്രതിഫലം നൽകാന്ന് പറഞ്ഞ ആൾക്കാരുടെ ഗുണങ്ങളാണ് പറഞ്ഞത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന എന്ന് പറഞ്ഞാൽ ഭയഭക്തിയുള്ള ആൾക്കാർ. മനസ്സിലായില്ലേ? ഒമൻ യഖ്നുത് കേട്ടില്ലേ? ഖാനിത് എന്നുവെച്ചാൽ ഭയഭക്തിയുള്ള ആള്, ആണും പെണ്ണും. വസ്സാദിഖീന, സിദ്ഖ് എന്ന് പറഞ്ഞ സത്യം, വസ്സാദിഖീൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധരായ പുരുഷന്മാർ. വസ്സാദിഖാത്ത് എന്ന് പറഞ്ഞാൽ സത്യസന്ധരായ സ്ത്രീകൾ. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമിക്കുന്ന പുരുഷന്മാരും ക്ഷമിക്കുന്ന സ്ത്രീകളും. വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഖുശൂ കേട്ടില്ലേ? അതന്നെ, വിനയം, താഴ്മ ഉള്ള പുരുഷന്മാരും സ്ത്രീകളും. പിന്നെ വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. നേരത്തെ അസ്സാദിഖീന വസ്സാദിഖ, ഇവിടെ പറഞ്ഞ എന്താണ്? മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. അത് സദഖ ഇല്ലേ? സദഖ എന്താ? ധർമ്മം ചെയ്യാം, അതാണ് അവിടെ. മറ്റൊരുത്ത് സിദ്ഖാണ്, അതാണ് സാദിഖ്. ഇത് മുതസദ്ദിഖ്, സദഖ എന്നുള്ളതാണ്. ധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും. എത്ര ഗുണായിപ്പോ എണ്ണങ്ങള്? മുസ്ലിമീൻ, മുഅ്മിനീൻ, ഖാനിതീൻ, സാദിഖീൻ, പിന്നെ സാബിരീൻ, ഖാശിഈൻ, മുതസദ്ദിഖീൻ, 7 എണ്ണായി. അടുത്തെന്താണ്? വസ്സായിമീന വസ്സായിമാത്ത്, സൗം നോമ്പ്. സായിമീൻ എന്ന് പറഞ്ഞാൽ നോമ്പ് വെക്കുന്ന പുരുഷന്മാർ, സായിമാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് വെക്കുന്ന സ്ത്രീകൾ. എത്രണ്ണായി? വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്. വൽ ഹാഫിളീന പറഞ്ഞാൽ സൂക്ഷിക്കുന്നവർ. ഹിഫ്ള് ഇല്ലേ? ഹാഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിക്കുന്നവെന്ന് പറഞ്ഞാൽ എന്ത് സൂക്ഷിക്കുന്ന ആൾക്ക്? ഖുർആൻ സൂക്ഷിക്കുന്ന ആൾക്കാണ് നമ്മൾ എന്ത് പറയല്? വൽ ഹാഫിളീന ഫുറൂജഹും. ഫുറൂജ് എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗം, അവരുടെ ഗുഹ്യഭാഗങ്ങളെ എന്ത് ചെയ്യും? സൂക്ഷിക്കുന്ന പറഞ്ഞാൽ അനുവദനീയമല്ലാത്ത സ്ഥലത്ത് അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ ഉപയോഗിക്കൂല. എത്രയായി? 9ആയി. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അധികമായി അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. എത്രയായി? 10 ഗുണങ്ങൾ പറയാൻ. എന്നിട്ട് അല്ലാഹു പറയാണ് അഅദ്ദല്ലാഹു ലഹും, അവർക്ക് അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. മഗ്ഫിറത്തൻ, പാപമോചനം. അജ്റൻ അളീമ, മഹത്തായ പ്രതിഫലം. അവർക്ക് കൊടുക്കും എന്നല്ല പറഞ്ഞത്, പിന്നെന്താണ്? ഒരുക്കി വെച്ചിരിക്കുകയാണ്. അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. മഗ്ഫിറത്തൻ, ഇത്ര ഈ ഗുണമൊക്കെ ഉണ്ടായിട്ട് ആകെ കൊടുക്കണത് ഇപ്പൊ എന്താണ്? അവർക്ക് ഒരുക്കി വെച്ചിട്ട് കൊടുക്കാൻ പോണപ്പോ എന്താണ്? മഗ്ഫിറത്ത്, പാപമോചനം. അതിപ്പോ എന്താ കിട്ടിയിട്ട് കാര്യം? ഞമ്മക്ക് എന്ത് കിട്ടണം? പാല്, നദി, തേന്റെ നദിയൊക്കെ അല്ലേ? ഖുർആനിലെവിടെ അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സ്വർഗം പറയുന്നതിന്റെ മുന്നേ പറയല് ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനം ഉണ്ടാവും. വമഗ്ഫിറത്തും മിനല്ലാഹ്, അള്ളാന്റെ ഭാഗത്തുനിന്ന് അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ്. സ്വർഗം പറഞ്ഞതിനേക്കാളും വലിയ സംഭവമായിട്ട് ആര് പറയല്? അല്ലാഹു പറയല്. എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? സത്യത നമുക്ക് അറിയില്ല. നമ്മളോട് നമ്മളൊരു ഭാര്യ, നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള്, നമ്മൾ അധ്വാനിക്കുകയും പണിയെടുക്കാൻ പോകണൊക്കെ പോവും ഭാര്യക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ ഒരു നമ്മളോട് അനുസരണക്കേട് കാട്ടിയാൽ അത് നമ്മളെ വല്ലാതെ എന്താക്കും? വേദനിപ്പിക്കും. വേദനിപ്പിക്കൂലേ? ഒരു പണിക്കാരനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്താൽ അതിനൊക്കെ എന്തുണ്ട്? പരിധിയുണ്ട്. ഭാര്യ ചെയ്താൽ, പണിക്കാരനെ ചെയ്താൽ നമ്മൾ പണിക്കാരനെ എന്താക്കിയാൽ മതി? ഭാര്യ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാവും. ഓളിനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നറിയും, ഇല്ല ഓനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നറിയും. അത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു 30 കൊല്ലം ജീവിച്ചതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ മതിയാവും. പക്ഷെ എന്താവൂല, അത് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യൂല? ഹൃദയത്തിൽ നിന്ന് പോവൂല. അതോടങ്ങനെ കിടക്കും. ഇനിയിപ്പോൾ ഓള് കൈയും കാലൊക്കെ പിടിച്ച് ഓളെ കുടുംബക്കാരൊക്കെ ഇടപെട്ട് മാപ്പ് എന്ന് പറഞ്ഞാലും, നമ്മൾ നായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് കൊടുത്താലും സംഗതി ഫയൽ അവിടെ തന്നെ ഉണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരും, അപ്പോഴും നമ്മളിത് എന്തെടുക്കും? ഇതൊക്കെ മാപ്പ് കൊടുത്തതല്ലേ, പിന്നെ നമ്മൾ കൊണ്ടുവരും. കാരണം നമുക്ക് എന്താക്കാൻ കഴിയില്ല. നിങ്ങൾ ഒറ്റ ആലോചിച്ച് നോക്കി, നമ്മൾ ഭാര്യക്കൊന്നും കൊടുക്കണമൊന്നുമില്ല, ഭക്ഷണം കൊടുക്കണില്ലോ, നമ്മളെ പെരയിൽ എത്ര പണിയെടുത്താല് ഏത് പണിക്കാർക്കും എന്ത് ചെയ്യണോ? കൂലി കൊടുക്കണ്ട പോയി. ആകെ മുച്ചടിച്ചാരി ഒന്നാടും ഇവിടെയൊക്കെ പാത്രമൊക്കെ ഒന്ന് കകിച്ചു പോണോൽക്കും എന്ത് കൊടുക്കും? ഇത് ഫുൾ ടൈം എന്ത് ചെയ്യാണ്? തുടക്കല്, പിടിക്കല്, അതിന്റെ ഫുൾ ഫിക്കർ, ചതുപിടിച്ചാൽ നോക്കണം, ഇതെല്ലാം നോക്കണം, അതിൻ്റെ കുട്ടികളെ നോക്കണം,
അപ്പൊ നമ്മൾ ആകെ കൊടുക്കുന്ന 3 നേരത്തെ ഭക്ഷണമാണ്, പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു വസ്ത്രമാണ്. അതും ഈ വീട്ടു ജോലിക്ക് വരുന്നവർക്ക് പെരുന്നാളൊക്കെ ആയാലും എന്ത് ചെയ്യണം, വസ്ത്രമൊക്കെ വാങ്ങി കൊടുക്കണം. അപ്പൊ എത്ര വേറെ കൊടുക്കുന്നത്? ഒന്നും വേറെ കൊടുക്കില്ല. ഓൽക്ക് മര്യാദയ്ക്ക് ഇതില്ലാത്തോണ്ട് ഓലിങ്ങനെ നിന്ന് പോവാണ്. അതിലേ അപ്പൊ അങ്ങനെ ആവുമ്പം എന്നിട്ടും ഓരോന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് നമുക്ക് ആകെ പുത്തം വീടുണ്ടെങ്കിൽ, നമ്മളാകെ അസ്വസ്ഥരാവുണ്ടെങ്കിൽ, നമ്മളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന് മുഴുവൻ തന്നത് ആരാണ്? ഒന്നും നമുക്ക് പുറത്തുനിന്നില്ല, ഫുള്ളല്ല തന്നതാണ്, തിന്നോണ്ടിരിക്കാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ആരോട് എതിരെയാണ്? അള്ളാഹിനോട് എതിരെയാണ്. ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്യാണ്. എന്നിട്ട് അത് അള്ളാഹ് വ്യക്തമായി കാണുകയാണ് തെളിവോട് കൂടി. എന്നിട്ട് പിന്നെ അവന്റെ ശ്വാസത്തെ എന്ത് ചെയ്യാണ്? അവന് ശ്വാസോച്ഛ്വാസം നടത്തി കൊടുക്കുന്നുണ്ട്, അവന്റെ കിഡ്നി അതിന്റെ പണിയെടുക്കുന്നുണ്ട്, ലിവർ അതിന്റെ പണിയെടുക്കുന്നുണ്ട്, കണ്ണ് അതിന്റെ പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു തരുന്ന ഒരു റബ്ബ്, അവൻ എത്ര വലിയ ഔദാര്യവാനാണ്. അവൻ സത്യത്തിൽ എത്ര വലിയ അക്രമം ഒരു 10-50 കൊല്ലത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ട്. അള്ളാഹ് പറയാണ് അതിനൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, നമ്മൾ വെക്കണ മാതിരി പുറത്തു കൊടുത്തതിന് ശേഷം പിന്നെ ആ ഫയല് വെക്കില്ല, മഗ്ഫിറത്ത് തരാണ്. അപ്പൊ സത്യത്തിൽ സ്വർഗം കിട്ടുന്നതിനേക്കാളും വലുതാണ് എന്ത്? നമ്മൾ അള്ളാഹ് നമുക്ക് പുറത്തു തരാന്ന് പറഞ്ഞത്. ചിലപ്പോ നമ്മൾ വേണ്ടപ്പെട്ട ഒരാളോട് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയി, അയാൾ നമുക്ക് എന്തെങ്കിലും തരാണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, മുമ്പ് നമുക്ക് എന്ത് തന്നാ മതി, ഒന്ന് മാപ്പാക്കി ഒന്ന് വർത്താനം പറഞ്ഞു തന്നാ മതി, വേറൊത്തും വേണ്ട എന്നൊക്കെ പറയില്ലേ. ഇതേപോലെ മനുഷ്യന് മഹ്ശറിലെത്തുമ്പം പാപത്തിന്റെ ഭാരം കാണുമ്പം മനുഷ്യൻ ഓർത്തു പോകും, ഒറ്റ പാപം മതിയാവും എവിടേക്ക് പോവാൻ, നരകത്ത് പോവാൻ. അതൊക്കെ അള്ളാഹ് പുറത്തു തരാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് മഗ്ഫിറത്തൻ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ, അവർക്ക് മഗ്ഫിറത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അജ്റൻ അലീമ, മഹത്തായ പ്രതിഫലമുണ്ട്. അലീം എന്ന് പറഞ്ഞാൽ മഹത്തായത്, മഹത്തായത് എന്ന് പറഞ്ഞാൽ മഹത്തായ പ്രതിഫലം. നമ്മൾ പറയും അവനക്ക് വലിയ ശമ്പളം ഉണ്ട് പറയും. ഒരാൾക്ക് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ശമ്പളം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവനക്ക് വലിയ ശമ്പളമാണ് അറിയും. ഇതേപോലെ നമ്മളോട് അള്ളാഹ് പറയണ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഈ വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാല് പറയുന്ന ആളിലേക്ക് ചേർക്കുമ്പോഴാണ് വലിപ്പം കൂടുക, ആണോ അല്ലേ? കടല വിൽക്കുന്ന ഒരാളോട് ഈ ഒരു പൊതിക്ക് എന്താ വില വെച്ചാല് 5 എന്ന് പറയും. എന്താ പറയാ? 5. അതിന്റെ എത്രയാണ്? 5 ഉറുപ്പ്യാണ്. എത്രയാണ്? 5 ഉറുപ്പ്യാണ്. ഒരു പിന്നെ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ചെറിയ സാധനം, ഒരു കട്ടിൽ വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ എന്താ വില? അതിന് 5 ഉറുപ്പ്യ ആകും പറഞ്ഞേ. എത്രയാകാ? ഒരു 5000 ഉറുപ്പ്യ ആകും. നീ അതിനേക്കാൾ വേറെ ഒരു ബൈക്ക് വാങ്ങി, അതിനൊരു 5 ഉറുപ്പ്യ ആകും പറഞ്ഞേ. എന്ന് പറഞ്ഞാല് ഒരു 50,000 ഉറുപ്പ്യ ആവും എന്നുള്ള അർത്ഥത്തിൽ കാണും. ഒരു പഴയ ബൈക്കാണ്, ഒരു 5 ഉറുപ്പ്യൊക്കെ ആവും പറഞ്ഞാൽ. ഒരു വണ്ടി വാങ്ങി, ഒരു കാറ്, എത്രയായിരുന്നു? 5 ഉറുപ്പ്യ ആയി പറഞ്ഞാല് 5 ലക്ഷം ഉറുപ്പ്യായി. ഒരു ബിൽഡിംഗ് ഒരാൾ ഇങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കേണ്ട വേറെ ആൾ, അയാൾ ഇങ്ങനെ അവിടെ അടിക്കും ഇവിടെ അടിക്കും എന്നൊക്കെ പണിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാൾ വിളിച്ചാ നിങ്ങൾ വാങ്ങിയ ചോദിച്ചു. നമ്മൾ വാങ്ങിയായിരുന്നു. എത്രയായി ചോദിച്ചു? 5 ആയിരുന്നു. എത്ര അതിനർത്ഥം? കടല വാങ്ങിയ 5 ഉറുപ്പ്യ അല്ല, അതിന് 5 കോടിയാണ്. ഇതൊക്കെ നമ്മളെങ്ങനെ തീരുമാനിക്കല്? ആ ആളെയും അവസ്ഥയും നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അയാൾ 5 വലിയ 5ആണ്. ഇതേപോലെ ഈ പ്രപഞ്ചത്തെ മൊത്തം പരിപാലിക്കണ അള്ളാഹു പറയാണ് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ അളീമാന്ന് അള്ളാഹ് പറഞ്ഞാല് അതെന്തേക്കും? അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ആർക്കാ കൊടുക്കണേ? ഈ 10 ഗുണങ്ങളുള്ള ആൾക്കാണ്. മുസ്ലിം മുഅ്മിൻ. മുസ്ലിമും മുഅ്മിനുമായിട്ട് എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ഖാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികളായ ആളുകൾ പറഞ്ഞു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ഖുൽ, നബിയെ തങ്ങൾ പറയും ലം തുഅ്മിനു, നിങ്ങൾ എന്തായിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളി, മുസ്ലിമായി എന്ന് പറഞ്ഞോളി. എന്ത് പറയണ്ട? ആമന്ന എന്ന് പറയണ്ട. അപ്പൊ തന്നെ മനസ്സിലായി എന്ത്? ഇത് രണ്ടും 2 സാധനമാണെന്ന്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അള്ളാഹുവിന്റെ കൽപ്പനകളെ എന്ത് ചെയ്യുക? അനുസരിക്കുക, കീഴൊതുങ്ങി കൊടുക്കണവൻ, അനുസരിക്കണവൻ. പിന്നെ മുഅ്മിൻ എന്ന് പറഞ്ഞാലോ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസമുള്ള ആള്, ഹൃദയത്തിൽ അങ്ങനത്തെ വിശ്വാസം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമായ രംഗങ്ങൾ. അതുകൊണ്ടാണ് ബാഹ്യമായി മുസ്ലിമാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൽ ഈമാൻ ഇല്ലെങ്കിൽ അയാൾ നമ്മളെന്താ പറയല്?
അയാളെന്താ പറയല്? അയാളെ മുനാഫിക്ക് എന്ന് അറിയും. അയാളെന്താ പറയല്? മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? നിസ്കരിക്കാത്തവരെന്ന് അർത്ഥം അല്ല. മുനാഫിക്കങ്ങളും ഇവിടെ വരലുണ്ട്, നിസ്കരിക്കാൻ വരലുണ്ട്, ജമാഅത്ത് നിസ്കരിക്കലുണ്ട്, ഇസ്ലാമിന്റെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിലെന്തില്ല, അതിൽ വിശ്വാസമൊന്നുമില്ല. ഗനീമത്ത് കിട്ടാന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളതിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ആൾ. മനസ്സിലായല്ലോ? സിന്ദാബാദൊക്കെ വിളിച്ചാണ്ടാവും, വോട്ട് മറ്റവർക്ക് ചെയ്യും. കാരണം എന്താണ്, ബല വരിക്കല്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യമൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് സിന്ദാബാദ് വർത്തമാനത്തിലൊക്കെ ആരെ കൂടെ ഉണ്ടാവും? അവരോട്. വോട്ട് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഓൽക്ക് ചെയ്യും. മനസ്സിലാകണ്ടെങ്കിൽ വോട്ടും പരിശ്രമവും ഒന്നാകുന്നതിന്റെ പേരാണ് മുസ്ലിമും. ഇന്നൽ മുസ്ലിമീന വൽ. എന്നാൽ ഒരാൾ മുഅ്മിനായാൽ അയാൾ എന്താവും? അയാൾ മുസ്ലിം ആവും. അയാൾ മുഅ്മിനായാൽ എന്താവും? അയാൾ മുസ്ലിം. കാരണം അയാൾ വിശ്വസിക്കലോട് കൂടി പിന്നെ എന്ത് ചെയ്യലെന്തായി? അള്ളാഹുൽ അജഞ്ചലമായി വിശ്വസിക്കാൻ പിന്നെ അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കൽ എന്താവും? അൽ ഖാനിത്ത് എന്ന് പറഞ്ഞാൽ വഖൂമു ലില്ലാഹി ഖാനിത്തീൻ എന്നൊക്കെ പറയലുണ്ട്. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ ഭയഭക്തി എന്ന് നമ്മളൊരു വാക്ക് പറയാണ്. നിസ്കാരത്തിലുള്ള ഖാനത്ത, ഖാനിത്ത് എന്ന് പറഞ്ഞാൽ അനങ്ങാതെ ശ്രദ്ധിച്ച് നിസ്കരിക്കുന്നതിനാണ് എന്ത് പറയല്? വഖൂമു ലില്ലാഹി ഖാനിത്തീൻ എന്നൊക്കെ പറഞ്ഞത്. അതൊരു ഭയഭക്തിയുള്ള ആളെന്ന് നമ്മളിങ്ങനെ അതിനെന്ത് പറയണം? ഇതൊക്കെ വേറെ കൂടി വരാൻ പറ്റില്ലല്ലോ. അപ്പം ആ വാക്കിന് ഖാനത്തക്കും ഭയഭക്തിയുള്ള ആള്. വസ്സാദിഖീൻ, സത്യസന്ധനായിരിക്കണം. എന്നുവെച്ചാൽ കളവുണ്ടാവരുത്. സാദിഖ്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട. കാരണം വെറുതെ നമ്മൾ ഒരു ആവശ്യമില്ലാതെയും കളവ് അറിയുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വെറുതെ എവിടെ ഉള്ളയിക്കും. ഞാനിപ്പം ഇവിടെ ഉണ്ട് അറിയും, മലപ്പുറത്താന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മലപ്പുറത്ത് അറിഞ്ഞ ചോണ്ട് നഷ്ടമൊന്നും വരാനില്ല, അയാൾ വിളിച്ചാലൊന്നും വരുമൊന്നുമില്ല. കണ്ണൂരിലുള്ള ഒരാൾ ഫോൺ വിളിച്ചോ എവിടെ ഉള്ളു ചോദിച്ചു. ഞാൻ ഇപ്പൊ കോഴിക്കോട്ടുള്ളതെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തുള്ളത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? മനുഷ്യൻ വെറുതെ പറയും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കും കളവ് പറയാം. കളവ് വലിയ കുറ്റാണ്, വലിയ കുറ്റാണ്. നിബിധങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, മുഅ്മിൻ വ്യഭിചരിച്ചേക്കാം, മുഅ്മിൻ മോഷ്ടിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. അൽ മുഅ്മിൻ ലാ യക്ദിബ്, മുഅ്മിൻ ഒരിക്കലും എന്തു പറയില്ല? കളവ് പറയില്ല. അതിനർത്ഥം ഇത് അതൊക്കെ ചിലപ്പോൾ സാഹചര്യം കളവ് മുഅ്മിൻ പറയില്ല. കളവ് വലിയ കുറ്റാണ്. നമ്മളിന്ന് വളരെ നോർമലായിട്ട് കാണുന്ന സാധനമാണ് എന്ത്? കളവ് പറഞ്ഞത്. വെറുതെ പറയും കളവ് പറയുകയും ചെയ്യരുത്. നമ്മൾ ഓർക്കണം അതിനെപ്പറ്റി. ഒരാൾ കളവ് പറയലോട് കൂടി അയാളെ റഹ്മത്തിന്റെ മൽക്ക് എത്രയോ ദൂരെ പോയിട്ട് നിൽക്കും. കാരണം ഇയാളുടെ വായെന്ന് വരുന്ന ദുർഗന്ധം കാരണമായി എന്ന് റസൂലുള്ളാഹി സാഹസങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിൻ ഉണ്ടാണ്ട് വലിയ ഗുണാണ് സാദിഖായിരിക്കണം. പറയുന്നത് സത്യം പറയാവൂ. സാദിഖീൻ, സത്യം പറയുന്നവർ. ഒരു മനുഷ്യന് ഏറ്റവും വലിയ വില അയാളെ വാക്കാണ്. ആണോ അല്ലേ? വാക്ക് പാലിക്കുന്ന ആളായിരിക്കണം. അത് സത്യം പറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യുള്ളൂ? വാക്ക് പാലിക്കാൻ കഴിയുള്ളൂ. അയാളെ വാക്ക് പാലിക്കൽ എന്ന സത്യത്തിന്റെ ഭാഗമാണ്. 12-ാം തീയതി തരും എന്ന് പറഞ്ഞാൽ 12-ാം തീയതി കൊടുക്കും. അത് കൊടുക്കാൻ കഴിയുന്നതേ അയാൾ പറയുള്ളൂ. സാദിഖ്, സത്യസന്ധൻ. വസ്സാദിഖാത്ത്, പിന്നെ വസ്സാബിറാത്ത്, വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമിക്കുക. നമുക്കറിയുന്ന കാര്യമാണ്. ക്ഷമ ഭയങ്കര പുണ്യാണ്. ഈമാന്റെ പകുതിയാണ് എന്ത്? ക്ഷമ. അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമിക്കണം. നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, അസ്സബറു ഇൻദ സദ്മത്തിൽ ഊല, ക്ഷമ അതിന്റെ ആരംഭഘട്ടത്തിലാണ്. പ്ലേറ്റൊക്കെ എറിഞ്ഞ് 4 ചീത്തൊക്കെ വിളിച്ചതിന് ശേഷം ഞാനൊന്നും പറയില്ല, ക്ഷമിക്കുക ഞാനെന്ന്. മനസ്സിലായില്ലേ? അതിന് ക്ഷമ എന്നറിയോ? അതിന് ക്ഷമ എന്നറിയില്ല. ക്ഷമ എന്റെ സദ്മത്തിലൂല, ആ ഫസ്റ്റ് ഘട്ടത്തിൽ എന്നെന്താകുക? ക്ഷമിക്കുക. എല്ലാവരും ഉപയോഗിക്കണേ ആണുങ്ങളൊക്കെ വിചാരിക്കും ഈ പറഞ്ഞ ഗുണമൊക്കെ നമ്മളിലുണ്ട് എന്ന്. നമ്മൾ ഇതൊക്കെ പരിശോധിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, ഏത് ഷുഗറൊക്കെ നോക്കണമായിരി, പ്രഷറൊക്കെ നോക്കണമായിരി, സബർ എത്ര ഉണ്ട് നോക്കാൻ പറ്റിയ വേ മനസ്സിലാവും. നമ്മളെ സൂര്യൊന്നും പൊന്തൂല എയ്മെന്ന് പൂജ്യത്തുമെന്ന്. ക്ഷമ നമുക്കില്ല വഴി. നമ്മളുടെ ക്ഷമയില്ലായ്മന്റെ പേരിലാണ് കുടുംബത്തിൽ അധിക കലഹമുള്ളത്. ചെറിയ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വെറുതെ ഒച്ചുണ്ടാക്കും, വെറുതെ ചൂടാവും. എന്നാ നമ്മളിലെന്തെങ്കിലും ഉണ്ടോ? വെറുതെ ഒച്ചുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കിൽ പിന്നെ എന്തില്ല പറയും. വേറെ നമ്മൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല, അപ്പൊ ഒരു ചൂടാലുണ്ടാവും. അതാരെ മുന്നിന്നാണ് എന്തിനാണ് എന്നൊന്നും അറിയില്ല. ചിലപ്പോ കുട്ടികളെ മുമ്പ് നയിക്കും പെണ്ണുങ്ങളോട് ഈ തലയിൽ. ചിലപ്പോ ഓളെ കുടുംബക്കാരെ ഓളായിട്ടൊക്കെ ഉണ്ടാവുമ്പോഴേക്കും നമ്മക്ക് അപ്പോഴാണ് പിടുത്തം വിടുന്നത്. അപ്പം പറഞ്ഞു പോവാണ്.
അതുകൊണ്ട് ക്ഷമ ഭയങ്കര സാധനാണ്. വകൂനു മാ സ്വാദിഖീൻ എന്ന് പറഞ്ഞു. ആരോട്? അത് നിങ്ങൾ സത്യസന്ധന്മാരെ കൂടെ നിൽക്കുന്ന. ഇന്നല്ലാഹ മാ സാബിരീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് വെച്ചാല് ക്ഷമിക്കുന്നവരൊക്കെ അള്ളാന്റെ കൂടെയാണെന്നാണോ? അങ്ങനെയാണോ? അങ്ങനല്ല. ക്ഷമിക്കുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ട്. ഓരോ കൂട്ടത്തിക്ക് ആര് വരികയാണ്? അള്ളാഹു വരികയാണ്. അല്ലാണ്ട് അള്ളാഹു ഇവിടെ ഉണ്ട്, ക്ഷമിക്കുന്നവരെല്ലാരും ഇവിടെ ഒന്ന് കൂടല്ല. അതാണ് ഇന്നല്ലാ മാ സാബിരീൻ, ക്ഷമിക്കുന്നവരെ കൂട്ടത്തിക്കാണ് ആരുള്ളത്. അപ്പൊ അവർക്ക് എത്ര വലിയ ഗുണാണത്. അങ്ങനെ ഉണ്ടാവണം എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ കേട്ടുപോയാലൊന്നും ഉണ്ടാവൂല. അപ്പൊ നമ്മളിങ്ങനെ എന്തിനാണ് പൊട്ടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? പഠിക്കണം. എന്ത് ചെയ്യണം? എന്തിനാ അവളോട് ചൂടായത് അത് പഠിക്കുക. ഇനി അങ്ങനത്തെ കാര്യം വന്നാൽ എന്ത് ചെയ്യരുത്? ചൂടാവൂലെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ പൊട്ടരുത്. ചെറിയ ചെറിയ കാര്യത്തിനാണ് പൊട്ടൽ, ഒച്ചപ്പാട് വാളൊക്കെ ഉണ്ടാക്കൽ. അതൊക്കെ നമ്മളിങ്ങനെ കുറേശ്ശെ എന്ത് ചെയ്യണം? കുറേശ്ശെ ശരിയാക്കി കൊടുക്കുക. അത് മരുന്ന് കയറിയാലേ എന്താവുള്ളൂ? ഷുഗർ പ്രഷറൊക്കെ കുറയുന്ന മാതിരി എന്തും കുറയുള്ളൂ. ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സിൽ മലപ്പുറത്ത് ഞാൻ ഒരിക്കലും പോയി, ഒരാളെ ഇവിടെ പള്ളി വന്ന പിന്നെ ഞങ്ങളുടെ ഇങ്ങനെ വേറൊരു കാര്യത്തിന് പോയപ്പോൾ ഞാൻ വീട്ടിൽ കയറിയിട്ട് ഒരു ചായ അടിക്കാം. ഒരു പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, ഒരു പോലീസുകാരനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ക്വാർട്ടേഴ്സിന്റെ സംവിധാനം ഉണ്ടാവുള്ളൂ. അവിടെ കയറിയിരിക്കണ ആ ഓടിട്ട ക്വാർട്ടേഴ്സാണ്. അപ്പൊ ഞാനവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ വെറുതെ ഞാൻ നോക്കുമ്പോൾ ഒരു മൂലയിൽ ഒരു 4-5 കസാര അട്ടി ഇങ്ങനെ ഇട്ടിന്. വെറുതെ ഞാൻ നോക്കുമ്പോ ഒരു കസാരക്ക് ഒരു കാലില്ല, അടുത്ത കസാരക്ക് വേറെ കാലില്ല. ഒക്കെ 4 കാലുള്ള കസാരക്കൊക്കെ എത്രയേ ഉള്ളൂ? 3-2 കാലുകളേ ഉള്ളൂ. എന്നാ കസാരക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ നോക്കി ഇതെങ്ങനെ പൊട്ടി മനസ്സിലായില്ല. കാരണം പൊട്ടുന്ന സ്ഥലം കസാര ഒന്ന് ഇവിടെയൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ പൊട്ടത് നമുക്കൊരു ഐഡിയ കിട്ടില്ല. 4-5 അട്ടി കിട്ടണ്. അപ്പൊ ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന ഇവര് വെള്ളം എടുക്കാൻ അകത്തേക്ക് പോയതാണ്. അപ്പൊ ഞാൻ വെള്ളം കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഇതെന്താ കസേര എങ്ങനെ പൊട്ടിന്ന് ചോദിച്ചു. അവരോട് ഇങ്ങനെ കാണിച്ചു, മുണ്ടല്ലി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ പിന്നെ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായ്മല് വിരൽ വെച്ചിട്ട് പിന്നെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോരുമ്പോ മൂപ്പരിനോട് പറഞ്ഞു, പോലീസുകാരനല്ലേ. അപ്പൊ മൂപ്പര് പറയണ പെരയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് കസാര എടുത്തിട്ട് എന്ത് ചെയ്യും? പെണ്ണുങ്ങളടിച്ചാലല്ല, പിന്നെ നിലത്തടിച്ച. എവിടെയടിക്ക? നിലത്തടിക്ക. എന്നിട്ട് പൊട്ടു, അവ അടക്കും. അങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോ ഒരു ആളടിക്കണേ പകരം ഇവരാ ദേഷ്യം തീരാന് അവിടെ അടിക്കും. അങ്ങനെ ഒരു സമയത്ത് എന്റെ കൂടെ 3 ദിവസം ജമാഅത്ത് വന്നിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസത്തിൽ ഒരു 3 ദിവസം ജമാഅത്തൊക്കെ എന്റെ കൂടെ അങ്ങനെ വരും. അങ്ങനെ ഒരു സംഭവം സെയിം അതേമാതിരി ഒരു സംഭവം ഉണ്ടായി. അതിൽ ഇവരിങ്ങനെ ചൂട് ഇങ്ങനെ വന്നപ്പോ ഇവരെ മോളുണ്ട്, ഓളിങ്ങനെ കാണിച്ചു കൊടുക്കണ്ട് ഉമ്മക്ക്. എന്തുമ്മക്ക്? കസാരമ്മ കാണിച്ചിട്ടുണ്ട്. അതിന് ഉമ്മയും മോളും പാട് ചിരിക്കുന്നുണ്ട്. ഇയാൾ ചൂടാകാണ്, ഓലണ ചിരിക്കുകയാണ്. അങ്ങനെ ഇവരെ പിടിച്ചു പോകുന്നു. പിന്നെ വൈഫിനോട് ചോദിച്ചു, എന്ത് ഞാൻ ചൂടായപ്പോ ചിരിച്ചത് എന്തേന്ന് ചോദിച്ചു. ആ മോളിക്ക് എന്ത് കാണിച്ചെന്നു? കസാര. ആ സെയിം പ്രശ്നത്തിനാണ് എന്ത് പൊട്ടിയത്? ഒരു കസാര പൊട്ടിയത്. അപ്പൊ ഇപ്പൊ കസാര പൊട്ടിയില്ല. അപ്പൊ ഇവരോട് ഇടക്കിടക്ക് ഇവരെ പെണ്ണുങ്ങൾ പറയും, നിങ്ങൾ ഒരു 3 ദിവസം പോയിക്കോളൂ ഉസ്താദ് പോകുമെന്ന് പറയുന്നു. കാരണം ചൂടിങ്ങനെ കൂടുമ്പോ ഒന്നിങ്ങനെ അതിന്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ജമാഅത്തിലൊക്കെ പോയാൽ ചെറിയ എന്തുണ്ടാവും? ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. ചെറിയ ചൂടിനൊക്കെ ഒരു കുറവൊക്കെ ഉണ്ടാവും. അങ്ങനെ കസാര പൊട്ടല് നിന്നു പറഞ്ഞു എന്നോട്. ആ മനുഷ്യർക്ക് ഭ്രാന്ത് ഇളകാണ്. അപ്പൊ അതിനെ ശരീരത്തിന്റെ ഓരോ സാധനമാണത്. അപ്പൊ അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈമാൻ വേണം. അതുകൊണ്ടാണ് സബറു നിസ്ഫുൽ ഈമാൻ പറഞ്ഞത്. ക്ഷമിക്കാരന ഈമാന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു പകുതി ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ക്ഷമിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈമാൻ കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ക്ഷമ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെറിയ കാര്യത്തിനാണ്. പാത്രങ്ങൾ പൊട്ടിയാൽ ഹാലൽകുന്ന ആൾക്കാരുണ്ട്. ഗ്ലാസ് പൊട്ടുക, പ്ലേറ്റ് പൊട്ടുക. അതാണെങ്കിൽ ഒളിപ്പിച്ചു വെക്കാനും പറ്റൂല. പടാന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും? ഒച്ചപ്പാടും ഉണ്ടാവും. അപ്പോ ആകെ പ്രശ്നമാവും, ചൂടാവും. സത്യത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആയുസ്സുള്ളതുപോലെ പാത്രങ്ങൾക്കും ആയുസ്സുണ്ട്. അത് പൊട്ടുന്നതിന്റെ പേരിൽ നിങ്ങൾ അടിമകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പാത്രം അതിന്റെ ഒരു ഗ്ലാസിന്റെ അവധി എത്തിയപ്പം മനുഷ്യൻ മരിക്കണ ആര് മരിച്ചാണ്?
അത് ഓളെന്നായാലും പൊട്ടും ഇന്ത്യന്നായാലും പൊട്ടും എന്ന് ചിന്തിച്ചാൽ എന്തായി? ആ പ്രശ്നം തീർന്ന്. ആ സോഫ്റ്റ്വെയർ കയറ്റി വെച്ചാൽ മതി, അതിന്റെ സമയം തീർന്നു. ഇതിന്റെ ആ പ്ലേറ്റിന്റെ അല്ലെങ്കിൽ ആ ഗ്ലാസിന്റെ. അപ്പൊ നമുക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം അത് തീർന്നിട്ട് എന്തായതാണ്? അങ്ങനെ ഓരോ കാര്യങ്ങളെയും ആലോചിച്ച് വെച്ചാൽ എന്തുണ്ടാവില്ല? പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ക്ഷമ ഉണ്ടാവണം. ക്ഷമ. അസ്സബ്റു വസ്സബ്റു സവാബുഹു അൽ ജന്ന. നോമ്പിന്റെ പ്രതിഫലം നോമ്പ് പറഞ്ഞ കൂട്ടത്തിൽ പറയാണ് വഹുവ ശഹ്റു സബ്ർ, അത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന, ക്ഷമന്റെ പ്രതിഫലം സ്വർഗാണ്. അതുകൊണ്ട് വസ്സാബിരീന വസ്സാബിറാത്ത്, പിന്നെ വൽ ഖാശിഈന വൽ ഖാശിയാത്ത്. ഖുശൂ നമ്മൾ പറയുന്നുണ്ട്. എന്ത്? അതിന് ഏകദേശം വിനയം ഭയഭക്തി എന്നൊക്കെ തന്നെയാണ്. ഈ മലയാളത്തിൽ ഈ എല്ലാത്തിനും എന്തില്ല? അർത്ഥങ്ങളില്ല. ഇത് ആഖിറത്തിന്റെ ഭാഷ ആയതുകൊണ്ട് ഇവരുള്ള ഈ ആരാ ഉണ്ടാക്കിയ മലയാളം? തുഞ്ചത്ത് അയാളാ അങ്ങനൊക്കെ ഉണ്ടായ ഓൽക്കൊന്നും എന്തില്ല, അവിടൊക്കെ ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും എന്തില്ല. അതുകൊണ്ടാണ് പഴമക്കാര് പറഞ്ഞേ ഖുർആൻ എന്താക്കാൻ പറ്റൂല, പറയുവായി പരിഭാഷപ്പെടുത്താൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അല്ലാണ്ട് ഓല് ഇതിനൊന്നും എതിരാളികളായിട്ടല്ല. ഇത് മര്യാദയ്ക്ക് എന്താക്കാൻ കഴിയില്ല. വൽ ഖാശിഈന വൽ ഖാശിയാത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ധർമ്മം ചെയ്യുന്നവർ ആണും പെണ്ണൊക്കെ. പിന്നെ വസ്സായിമീന വസ്സായിമാ, നോമ്പ് നോൽക്കുന്നവർ. വൽ ഹാഫിളീന ഫുറൂജഹും, ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്നവർ. വൽ ഹാഫിളാത്ത്, സ്ത്രീകളും അതേപോലെ. വദ്ദാകിരീന അല്ലാഹ കസീറ, അധികമായി അള്ളാഹുവിനെ ഓർക്കുന്നവർ. ഇബാദത്തിൽ 5 ഉള്ളത്. ഇതരെ ഇസ്ലാമിന്റെ അർക്കാനുകളായ ഇബാദത്ത് 5 ഉള്ളത്. നിസ്കാരം, നോമ്പ്, പിന്നെ സകാത്ത്, ഹജ്ജ്, ജിഹാദ്. മനസ്സിലായില്ലേ? ഈ 5 എന്തിന്റെ? ഇസ്ലാം കാര്യമല്ല, ഇസ്ലാമിന്റെ അർക്കാനുകളുടെ പ്രാവർത്തിക ഇബാദത്തിന്റെ അർക്കാനുകൾ. എന്തിന്റെ? ഇബാദത്തിന്റെ അർക്കാനുകൾ 5 ഈ 5 പറ്റി അല്ലാഹു തആല അധികമായി ചെയ്തോളി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു അമലിനെ കുറിച്ചും അല്ലാഹു അധികമായി ചെയ്തോളി എന്ന് പറഞ്ഞിട്ടില്ല, ഒറ്റ അമലിനെ കുറിച്ചല്ലാതെ. ഏതിനെ കുറിച്ച്? ദിക്ർ പറയുമ്പോൾ അല്ലാഹു പറയും എന്ത്? അധികമായി. യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീർ എന്ന് പറയും. മനസ്സിലായില്ലേ? കുറെ ചൊല്ലണം എന്ന് പറയും. അളവ് നിശ്ചയിക്കാതെ പറഞ്ഞ അമലേതാണ്? ബാക്കിയുള്ളതിനൊക്കെ എന്തുണ്ട്? അളവുകളുണ്ട്. ദിക്റിന് അളവ് പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് അധികമായി ഓർക്കുന്നവർ. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഉണ്ടാണെങ്കിൽ എന്തുണ്ടാവണം? ദിക്ർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സുബ്ഹാനല്ലാഹ് ചൊല്ലൽ, അൽഹംദുലില്ലാഹ് ചൊല്ലൽ അല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഒരു മനുഷ്യന്റെ 24 മണിക്കൂറിൽ അധിക സമയം ആരും ഓർമ്മ ഉണ്ടാവണം? അള്ളാഹിനെ ഓർമ്മ ഉണ്ടാവണം. അവൻ ഓരോ കാര്യം ചെയ്യുമ്പോ, ഇപ്പം ഒരാൾ പച്ചക്കറിക്കുന്ന ആളാണ്, തക്കാളിക്കൊക്കെ പിടുത്തമിട്ട വിലയാണ്. അപ്പൊ ഒരു ചെറിയ കുട്ടി തക്കാളി വാങ്ങാൻ വന്നതിന് 1 കിലോ തക്കാളി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇങ്ങനെ ഈ പൊട്ടനായത് പൊട്ടിട്ടുമില്ല, എന്നാ പൊട്ട അങ്ങനത്തെ തക്കാളി ഉണ്ടാവില്ലേ, ആ തക്കാളികളൊക്കെ അയാൾ ഇങ്ങനെ മാറ്റി വെച്ചിന്. അപ്പൊ അവര് 200 ഗ്രാം ഉണ്ട്, അത് ഈ കുട്ടിക്ക് ഇട്ട് കൊടുത്ത്. ആർക്ക് വായി? ഈ വാങ്ങാൻ വന്ന കുട്ടിയാണ് വാങ്ങാൻ വന്നത്, അതിലിട്ട് കൊടുത്ത്. എന്നിട്ട് അയാൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? തൂക്കണത്. അത് ദിക്റാണോ? ആണോ? അല്ല. അവിടെ അവൻ ഓർക്കേണ്ടത് ഇത് കുട്ടിയാണ്, ഈ കുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റൂല, വഞ്ചിച്ചാൽ ആര് കാണും? അള്ളാഹു കാണും. അങ്ങനെ ഓരോ രംഗത്തും അള്ളാഹിനെ ഓർമ്മിക്കുക. സത്യത്തിൽ നമ്മൾ നിസ്കരിക്കണ്ടേ? ഇന്നലെ ഇപ്പൊ നമ്മൾ സുബഹിസ്കരിച്ചിന്, ലൂറ്, അസറ്, മഗ്‌രിബ്, ഇശാ നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ചിന്, ചിലപ്പോൾ ഖുർആൻ ഓതിയിട്ടുണ്ടാവും. അള്ളാഹിനെ ഓർത്തവരെത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മള് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പറയുന്നുണ്ട്, പിന്നെ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്, അള്ളാഹിന്റെ നാമങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരോർമ്മയില്ല? അള്ളാഹിനെ ഓർമ്മയില്ല. നിസ്കാരത്തിലെ ഫത്തഹിയ്യാത്തും വജ്ജത്തും ഒക്കെ കറക്റ്റാണ്, അതൊക്കെ യാന്ത്രികമായി ഇങ്ങനെ ചൊല്ലാണ്. അള്ളാഹിനെ ഓർക്കില്ല. ഇന്നലെ ഓർത്ത എത്ര ആളുണ്ട്? അള്ളാഹിനെ അങ്ങനെ ഉണ്ടല്ലോ ഓർക്കൽ, ഹൃദയം അറിഞ്ഞിട്ടുള്ളൊരു ഓർക്കൽ. റൊട്ടീനായിട്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട്, അതങ്ങനെ എന്ത് ചെയ്തോളൂ
അതങ്ങനെ ചെയ്ത് ചില പച്ചക്കറി പീടിക പോയി രാവിലെ പോയി വെക്കാലുണ്ടാവും. ആ പച്ച ഒന്ന് മറ്റേ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഒരു 13 അങ്ങനൊക്കെ പറഞ്ഞ ഒരു കണക്കുണ്ട്. ഒരുത്തൻ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും, എഴുതുന്നുണ്ടാവും. അത് ഓനിങ്ങനെ ഭയങ്കര ത്യാഗം ചെയ്തിട്ടൊന്നുമല്ല, അത് ഓനക്ക് എന്തായതാണ് ഞമ്മളൊന്ന് പറയാൻ നിന്നാല് എന്താവൂല, ഞമ്മക്ക് അതിന്റെ കണക്ക് തക്കാളി അങ്ങനെ ഓരോന്നിന്റെ സാധനം ഇങ്ങനെ പറയണ്ടാവും, അതിന്റെ ഓൽക്ക് ഓരോ ഇതുണ്ടാവും. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോഴത്തേനും ഓൽക്ക് അങ്ങനെ വരും. ഇതേമാതിരി നമ്മൾ അത്തയ്യാത്തിൽ ഇരുന്നാ എന്ത് വരും, അത്തയ്യാത്ത് വരും. സുജൂദ് വന്ന സുബ്ഹാന റബ്ബിയൽ അയല വരും. പക്ഷെ ആരും ഓർമ്മയില്ല. അള്ളാഹു പറഞ്ഞത് അധികമായി എന്ത് ചെയ്യണം, അള്ളാഹിനെ ഓർമ്മ. സുബ്ഹാനല്ലാഹ് എല്ലണം എന്നല്ല അതിന്റെ അർത്ഥം, അത് ചെല്ലരുത് എന്നാണോ അതിന്റെ അർത്ഥം? ആവുമല്ല. സുബ്ഹാനല്ലാഹ് പറയുമ്പോഴും എന്ത് ഓർമ്മ ഉണ്ടാണോ, അള്ളാഹിന്റെ ഓർമ്മ ഇല്ലാതെ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാകണം. കണക്കില്ലാതെ ചെയ്യാൻ പറഞ്ഞത് അതാണ്. കാരണം എല്ലാ അമലുകളുടെയും തൂക്കം കൂട്ടുന്നത് എന്താണ്, അള്ളാഹുവിന്റെ ഓർമ്മയാണ്. ഇന്നിപ്പോ സുബഹിസ്കരിച്ച് ഇതിൽ അള്ളാഹുവിനെ ഓർത്തവര് എത്ര ഉണ്ടോ, ഓരോ നിസ്കാരത്തിന് വേറെ കൂലിയാണ്. എല്ലാവരും ഒരേ മാവിന്റെ വെക്കിൽ നിസ്കരിച്ച്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാകണം, അത് അധികമായിട്ടുണ്ടാകണം. വദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ ഓർക്കുന്ന, അധികമായി ഓർക്കുന്ന സ്ത്രീകളും. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീം. എന്തിനാണ് ഇതിപ്പോ പറഞ്ഞത്? ഇത് പറഞ്ഞത് ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കണം, അതിന് പറഞ്ഞതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എവിടെയാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഹുദയിലാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ സ്ത്രീകളുടെ പേര് ആകെ ഖുർആനിൽ ഒരാളെ പേരേ പറഞ്ഞിട്ടുള്ളൂ. ആരുതാണ്? മറിയം ബീവിന്റെ മാത്രമാണ്. വേറൊറ്റ സ്ത്രീന്റെയും എന്ത് പറഞ്ഞിട്ടില്ല, പേരേ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഇമ്രാത്ത് ഫിറഔൻ, ഇമ്രാത്ത് ലൂത്ത്, പിന്നെ ഇമ്രാത്തുൽ അസീസ്, വമ്രാത്തുഹു ഹമ്മലത്തുൽ ഹതബ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇമ്രാത്ത് നൂഹ് എന്ന് പറഞ്ഞാൽ നൂഹിന്റെ ഭാര്യ, ഇമ്രാത്ത് ലൂത്ത് എന്ന് പറഞ്ഞാൽ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇമ്രാത്തുൽ ഫിറഔൻ എന്ന് പറഞ്ഞാൽ ഫിറൌന്റെ ഭാര്യ. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ എന്ത് പറഞ്ഞിട്ടില്ല, ഓലെ പേരൊന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ സൂറത്ത് യൂസുഫിലെ നമ്മൾ അവിടെ പറഞ്ഞത് വഖാലല്ലദി പിന്നെ വറാവദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹ, അല്ലേ? വറാവദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹ, അവനെ വശീകരിക്കാൻ അവൾ ശ്രമിച്ചു. ആരാണ്? ഹുവ അവൻ, ഫീ ബൈതിഹ അവളുടെ വീട്ടിൽ താമസിക്കുന്ന അവനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവൾ ശ്രമിച്ചു എന്ന് പറഞ്ഞത്. ആ പെണ്ണിന്റെ പേര് പറയാത്തോണ്ടാണ് ഇങ്ങനൊക്കെ എന്ത് ചെയ്യുന്നത്. യൂസുഫ് ആരെ വീട്ടിലാണോ താമസിച്ചത് ആ വീട്ടിലെ സ്ത്രീ, ആ പെണ്ണിന്റെ പേരോട് പറഞ്ഞ വശം തീർന്നിരുന്നു. അതുകൊണ്ട് സ്ത്രീകളെ പേര് പറയാൻ അള്ളാഹു ഉദ്ദേശിക്കില്ല. ഉലമാക്കൾ പറഞ്ഞത് അതും കൂടി ഔറത്തിന്റെ ഭാഗമാണെന്ന്. അതും കൂടി ഒരു ഔറത്തിന്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ മറച്ചു വെക്കേണ്ടതാണ് അവരെ പേരും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഖുർആനിലാകെ മറിയം ബീവിന്റെ പറയാനുള്ള കാരണം എന്താണ്? ഈസാ അലൈഹി ഇസ്ലാമിനെ വാപ്പയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചേർക്കാൻ പറ്റൂല. ചേർക്കാൻ പറ്റുമോ? യാക്കൂബിന് ഇസ്ഹാഖ്, ഇസ്ഹാഖിബിന് ഇബ്രാഹിം ഒക്കെ പറയാം. ഇസ്മായിലിബിന് ഇബ്രാഹിം പറയാം. ഇബ്രാഹിം നബിന്റെ മോൻ അല്ല, ഇബ്രാഹിം നബിന്റെ മോൻ ഇസ്മായിൽ, ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം. പക്ഷെ ഈസാ അലൈഹി ഇസ്ലാമിനെ എവിടേക്കും ചേർക്കാനില്ലാത്തതുകൊണ്ട് എവിടേക്ക് ചേർത്തു? ഉമ്മയിലേക്ക് ചേർത്തു. അതുകൊണ്ടാണ് ഉമ്മന്റെ പേര് പറഞ്ഞത് എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. അപ്പൊ സ്ത്രീകളെ പേര് പറയാതെ പോവാണ്. പിന്നെ ഖുർആന്റെ സംബോധന മുഖാത്തബ്, ഖുർആൻ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് മൊത്തം ആരോടാണ്? പുരുഷന്മാരോടാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നാ പറഞ്ഞത്. ആമനു എന്ന് അറബി പറഞ്ഞ ആരാണ്? വിശ്വസിച്ച പുരുഷന്മാരെന്നാണ്. വിശ്വസിച്ച യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ നിലനിർത്തുന്നവർ, അല്ലെങ്കിൽ നിലനിർത്തണം എന്ന് പറയണമെങ്കിൽ യുഖീമൂന എന്ന് അറബി ഗ്രാമർ അനുസരിച്ച് ആർക്കാ പറയാ? യഖൂമു, യഖൂമാനി, യഖൂമൂന. മനസ്സിലായില്ലേ? ഒക്കെ ഇതൊക്കെ പുരുഷന്മാരോടാണ്. പക്ഷെ ഇതിലൊക്കെ ആർക്ക് കൽപ്പന ഉണ്ട്? ഇതിന്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് കൽപ്പന ഉണ്ട്. യുഖിംന സ്വലാ എന്നാണ് പറയേണ്ടത്. ആരോട്? സ്ത്രീകളോടാണെങ്കിൽ ഫഅൽന എന്ന് പറഞ്ഞ മാതിരി. അപ്പം ഖിതാബ് മുഴുവൻ പുരുഷന്മാരോട്. പിന്നെ ഓലെ പേരെവിടെയും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രതിഫലങ്ങളൊക്കെ പറയുമ്പം ആർക്കാണ് പറയുന്നത്? പുല്ലിംഗത്തിലാണ് പറയുന്നത്. അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില സ്ത്രീകൾ, അസ്മാ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഉമ്മു സലമ
പോലുള്ള കുറച്ച് സ്ത്രീകൾ നബിതങ്ങൾ ശാസനങ്ങളോട് പറഞ്ഞു, എന്താ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്താല് പ്രതിഫലമൊന്നും ഉണ്ടാവൂലേ, ഞങ്ങൾ അള്ളാഹു പരിഗണിക്കൂലേ, അള്ളാന്റെ അടുക്കൽ ഞങ്ങൾ വിലയില്ലാത്തവരാവോ എന്നൊക്കെ അവര് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞപ്പം അള്ളാഹു തആല പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖ്. അങ്ങനെ അതുകൊണ്ടാണ് മറ്റൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഇന്നൽ മുസ്ലിമീന എന്ന് പറഞ്ഞാൽ സംഗതി എന്തായി, മുസ്ലിമായ ആണും പെണ്ണൊക്കെ. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞപ്പം അവരുടെ മനസ്സിന് എന്തുണ്ടാവാൻ, ഒരാശ്വാസവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ, അവരും പരിഗണിച്ചു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല എന്ത് ചെയ്തു, ഇങ്ങനെ എല്ലാത്തിനും ചേർത്ത് പറഞ്ഞു, 10 പറഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം. ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത് പറയണേ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. വമാ കാന ലിമുഅ്മിനിൻ, ഒരു മുഅ്മിന് യോജിച്ചതല്ല, വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനത്തായ സ്ത്രീക്കും യോജിച്ചതല്ല, ഇദാ ഖളല്ലാഹു വറസൂലുഹു, അള്ളാഹും അവന്റെ റസൂലും അവരെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ, അമ്രൻ, ഒരു കാര്യത്തിൽ അള്ളാഹും അവന്റെ റസൂലും എന്ത് ചെയ്തു, ഒരു തീരുമാനമെടുത്താൽ ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനും എന്തല്ല, യോജിച്ചതല്ല, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ കാര്യങ്ങളിൽ, സ്വന്തം കാര്യങ്ങളിൽ സ്വയ അഭിപ്രായത്തോടു കൂടി നീങ്ങാൻ പാടില്ല. ഇഖ്തിയാർ എന്നാണ്, സ്വയഷ്ടം, അത് ചെയ്യാൻ എന്തില്ല. ഖിയറത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, സ്വയഷ്ടപ്രകാരം ചെയ്യാൻ എന്തില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ ശാസനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെന്ത് ചെയ്യരുത്, സ്വയം പിന്നെ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മാറാൻ പാടില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരല്ലാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ എതിര് ചെയ്തോ, ഫഖദ് ളല്ല ളലാലൻ മുബീന, അവർ വ്യക്തമായ വഴികേടിലായിരിക്കും എന്ന് വന്നു. വഇദ് തഖൂലു ലില്ലദീന അൻഅമ അല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി അംസിക് അലൈക സൗജക വത്തഖില്ലാഹ വതുഖ്ഫി ഫീ നഫ്സിക. വഇദ് തഖൂലു ലില്ലദീന, നീ പറഞ്ഞ സന്ദർഭം ചെയ്യാ, ഓർക്കുക, ലില്ലദീ, ഒരു ആളോട്, അൻഅമ അല്ലാഹു അലൈഹി, അല്ലാഹു അയാളുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, വഅൻഅംത അലൈഹി, നീയും അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. നീ എന്ന് പറഞ്ഞ ആരാ, നബിതങ്ങൾ ശാസനങ്ങളോട് പറയാണ്, അന്നമല്ലാഹു, അല്ലാഹു അനുഗ്രഹം ചെയ്തു, വഅൻഅംത അലൈഹി, നീയും നബിയെ തങ്ങളും എന്ത് ചെയ്തു, അനുഗ്രഹം ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്, അംസിക് അലൈക സൗജക്, അംസിക് അലൈക സൗജക, നിന്റെ ഭാര്യനെ നിന്റെ അടുക്കൽ നീ എന്ത് ചെയ്യ്, നിർത്ത്, പിടിച്ചു നിർത്ത് എന്നർത്ഥം. വത്തഖില്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കും വേണം എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. വതുഖ്ഫി ഫീ നഫ്സിക്, നിന്റെ മനസ്സിൽ നീ എന്ത് ചെയ്തു, മറച്ചു വെച്ചു. വല്ലാഹു മുബ്ദീഹി, അല്ലാഹു വെളിവാക്കി തന്ന ഒന്നിനെ, വതഖ്ശന്നാസ, ജനങ്ങളെ ഭയപ്പെടുകയും ചെയ്തിരിക്കുന്നു. വല്ലാഹു അഹഖു അൻ തഖ്ശാ, ഭയപ്പെടാൻ ഏറ്റവും അർഹൻ ആരാണ്, അല്ലാഹുവിനാണ്. മനസ്സിലായില്ലേ? ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറ, ഫലമ്മാ ഖളാ സൈദുൻ, സൈദ് പൂർത്തിയാക്കിയപ്പോൾ, മിൻഹ, അവളിൽ നിന്ന്, വതറ, ആവശ്യം, സൈദ് അവളിൽ നിന്ന് ആവശ്യം പൂർത്തിയാക്കിയപ്പോൾ, സവ്വജ്നാകഹ, അവളെ നാം നിനക്ക് വിവാഹം ചെയ്തു തന്നു. ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, മുഅ്മിനീങ്ങളുടെ മേൽ ഇല്ലാതിരിക്കാൻ, ഹറജുൻ, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ, ഫി അസ്വാജി അദിഇയാഹിം, പോറ്റുമക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ, ഇദാ ഖളൗ മിൻഹുന്ന വതറ, അവർ അവരിൽ നിന്ന് ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വിവാഹം കഴിക്കൽ മുഅ്മിനീങ്ങൾക്ക് എന്തില്ല, ഒരു ഹറജുല, ഒരു ബുദ്ധിമുട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി. വകാന അംറുല്ലാഹി മഫ്ഊല, അല്ലാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാണ്. എന്തെങ്കിലും മനസ്സിലായി നിങ്ങൾക്ക്? എന്താണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാല്,
അള്ളാഹും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു കാര്യം തീരുമാനിച്ചാൽ, അതാണ് വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിൻ ഒരു മുഅ്മിനത്തിന് പറ്റൂല എന്ത്, ഇദാ ഖല്ലല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ പിന്നെ അവർക്കൊരു സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, ഒരു വ്യക്തമായ വഴികേടിലാണ് അള്ളാഹിനെ അള്ളാഹുവിന്റെ റസൂലിനും എതിര് ചെയ്താൽ. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, നബി തങ്ങളുടെ സഹാസങ്ങളെ അമ്മായിന്റെ മോളുണ്ട്, സൈനബ് എന്നാണ് അവരുടെ പേര്, സൈനബ് ബിൻത് ജഹ്ഷ്. അബ്ദുല്ലാഹിബിന് ജഹ്ഷിനെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അത് അവരുടെ സഹോദരിയാണ്. നബി തങ്ങളുടെ സഹാസങ്ങളെ അമ്മായിന്റെ കുട്ടിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മാർക്കറ്റിൽ നിന്ന് ഒരു അടിമനെ വാങ്ങി, ഒരു കുട്ടിയായിരുന്നു. പിന്നെ ആ കുട്ടിനെ കൊണ്ടുവന്ന് നബി തങ്ങൾ സഹാസങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ, മക്കാർക്ക് ഒരു മാതൃക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിനെ എന്ത് ചെയ്തു, മോചിപ്പിച്ചു. എന്ത് ചെയ്തു, അടിമയാണ്, മോചിപ്പിച്ചു. അതോടുകൂടി എന്തായി, സ്വതന്ത്രനായി. എന്നിട്ട് നബി തങ്ങൾ സഹാസങ്ങളെ വീട്ടിൽ എന്ത് ചെയ്തു, താമസിപ്പിച്ചു. ആ കുട്ടിക്ക് തർബിയത്തും തങ്ങളെ ഭക്ഷണവും തങ്ങളിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊണ്ടടക്കാൻ തുടങ്ങി. ആ കുട്ടിന്റെ പേര് സെയ്ദ് എന്നാണ്. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ അളാപ്പിയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളൊക്കെ ഈ കുട്ടി മിസ്സായിട്ടുണ്ടെന്ന്, ഈ അടിമാവാനൊന്നും വലിയ പണിയൊന്നുമില്ല. ഇവിടുന്ന് അടിച്ചു മാറ്റി അവിടെ കൊണ്ടായാലും ഈ കള്ളവണ്ടിയൊക്കെ വെക്കല്ലേ വൈ, നമ്മളെ ആർസി എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ വണ്ടി വേറെ ആരെ കൊണ്ടുപോയി വിറ്റില്ലേ. അതേമാതിരി പൊളി മാർക്കറ്റിലൊക്കെ എത്തിയാൽ പിന്നെ അതിന്റെ പൊടിയും കൂടി കിട്ടൂല. ഇതേപോലെ ആവണാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം അവർക്ക് മനസ്സിലായി ഈ കുട്ടി മക്കത്തുണ്ടെന്ന്. ഏതുണ്ടെന്ന്, മക്കത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവർ എന്തിനു വന്നു, അന്വേഷിച്ച് വന്നു. അങ്ങനെ അന്വേഷിച്ച് വന്ന് വിധങ്ങൾ തങ്ങളെടുക്കലുണ്ട് എന്ന് പറഞ്ഞു. തങ്ങളെടുക്കൽ വന്നു ഓരോ കുടുംബക്കാരൊക്കെ, കുട്ടീനെ വേണമെന്ന് പറഞ്ഞു. വിധങ്ങൾ പറഞ്ഞു കുട്ടി വരുന്നുണ്ട്. കാരണം എന്താ പറയുക, വിധങ്ങൾ തങ്ങൾ എന്താക്കിയിട്ടുണ്ട്, സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. അവിടെ ഇനി പോവല്ലോ. അങ്ങനെ കുട്ടീനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കുട്ടീനോട് മനസ്സിലായി. അപ്പൊ അത് വളാപ്പിയും ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ കണ്ടാലറിയല്ലോ. കുടുംബക്കാരൊക്കെ കണ്ടു. അങ്ങനെ അവര് ആവശ്യപ്പെടുന്ന വിധങ്ങൾ ശേഷം നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഓനക്ക് ഇഷ്ടമാണ് കൊണ്ടുപോയിക്കോളി, ഞാൻ ഓനോട് പോകാനും ഒന്നും പറയില്ല, ഓനക്ക് പോരാൻ താല്പര്യമുണ്ട് പോയിക്കോട്ടെ, ഞാനായിട്ട് എന്ത് ചെയ്യില്ല, പറഞ്ഞേക്കില്ല, ഓന്റെ താല്പര്യം നിങ്ങൾ കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അങ്ങനെ ആ കുട്ടീനോട് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ എന്ത് ചെയ്തു, അപ്പൊ സുരക്ഷിതനാണ് ആ കുട്ടിക്ക്. അതിന്റെ ഉമ്മനെയും വാപ്പനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആളാരായി, നബിതങ്ങൾ സഹാസങ്ങളായി. അതുകൊണ്ട് നബിതങ്ങൾ സഹാസങ്ങളുടെ അടുക്കൽ അങ്ങനെ കഴിഞ്ഞുകൂടി ഒരു കുട്ടീനെ പോലെ തങ്ങൾ ഇങ്ങനെ പോറ്റി. അപ്പൊ മക്കാരൊക്കെ എന്ത് വിളിക്കാൻ തുടങ്ങി, സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങി. നിങ്ങൾ അഹ്സാബിന്റെ തുടക്കത്തിൽ ആ കാര്യം എന്ത് ചെയ്തിന് പറഞ്ഞിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ സഹാബാക്കളൊക്കെ എന്തായി, വാപ്പയിലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്തിൽ വന്നില്ല നിങ്ങൾക്ക്. അപ്പം അവര് പിന്നെ എന്ത് തുടങ്ങി, സെയ്ദ് ബിനു ഹാരിസ എന്ന് വിളിക്കാൻ തുടങ്ങി. അതാണ് സെയ്ദ് ബിൻ ഹാരിസ. ഹിബ്ബു റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ആര്, അടിമയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എന്തായിന്ന് പറഞ്ഞാല് ഭയങ്കര പക്വതയുള്ള ആളായി, കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അധിക യുദ്ധങ്ങളിലും നബിതങ്ങൾ സഹാസം തങ്ങൾ ആരെയാണ്, സെയ്ദ് റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യല്, അമീറാക്കല്. കാര്യങ്ങൾ ചെയ്യാനൊക്കെ അറിയാം. നല്ല കുടുംബത്തിലൊരു കുട്ടി എന്തായി പോയതാണ്, ഏതോ യുദ്ധത്തിലോ കച്ചവടക്കാർ കൊണ്ടുവന്നിട്ടൊക്കെ എന്തായി പോയതാണ്, അടിമായി പോയതാണ്. ചില കുട്ടികളൊക്കെ കണ്ടാൽ നമ്മളറിയല്ലോ, ഈ തെരുവിലുള്ള കുട്ടി പെണ്ണുങ്ങളിലൊക്കെ നല്ല ചുരുക്കുള്ള ഒരു മട്ടത്തിലുള്ള കുട്ടീനാണ്, അത് വരുന്നോ അടിച്ചു മാറ്റിയാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. കാരണം അത്ര നല്ലൊരു കുട്ടി, ഇതേപോലെ നല്ല കുട്ടിയാണ്. പക്ഷെ എന്തായി, അടിമയായി. അപ്പം നബിതങ്ങൾ സഹാസങ്ങൾ പോറ്റുന്നുണ്ട്. പോറ്റു മക്കളെ ആരാണോ പോറ്റുന്നത് അവരെ പേരിലാണ് എന്ത് ചെയ്യല്, അറിയല്. സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് മക്കാര് വിളിച്ചിരുന്നത്. പിന്നെ അല്ലാഹു തആല വിളിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സഹാബാക്കളൊക്കെ എന്ത് വിളി തുടങ്ങി, സെയ്ദ് ബിൻ ഹാരിസ എന്ന് വിളി തുടങ്ങി. അങ്ങനെ പ്രായമൊക്കെ ആയപ്പം നബിതങ്ങൾ സഹാസങ്ങൾ മോനെ കൊണ്ടെടുക്കണമാതിരി കൊണ്ടെടുക്കല്ലേ. അപ്പൊ മോനക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് കല്യാണാലോചന നടത്തിയത് അമ്മായിന്റെ മോളാണ്, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അങ്ങനെ കല്യാണാലോചന വന്നപ്പം എന്താ പറഞ്ഞാല്, ഇത് അടിമ മോചിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട് വഴി. നമ്മൾ പറയില്ല, ഇപ്പൊ ഭയങ്കര എന്റെ ഒരു പരിചയത്തിലുള്ള ഒരു പയ്യുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. എന്ത് ചെയ്താണ്, മെഡിസിൻ ഡോക്ടറായി. അത് കഴിഞ്ഞ് PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈ മാർക്കുള്ളതാണ്. ഓന്റെ പ്രത്യേകത, ഓന്റെ ഉമ്മ മുസ്ലിമാണ്, വാപ്പ
എന്താണ് ആ മുസ്ലിം സഹോദരനാണ്. അങ്ങനെ ഓന് ആ മുസ്ലിം കാഴ്ചപ്പാടിൽ ഉമ്മ മുസ്ലിം ആണെങ്കിലും പിന്നെ വാപ്പക്ക പിന്നെ ഇസ്ലാമിനോട് എന്തുള്ള കൂറും ബന്ധമൊക്കെ ഉള്ളത് ആർക്ക്? വാപ്പക്കാണ്. ഉമ്മക്ക് ഒരു കൂറുമില്ല. മനസ്സിലായില്ലേ? ഉമ്മ സ്ട്രോങ് ടീമാണ്. അപ്പൊ ഇവന് എന്ത് ചെയ്താൽ അപ്പൊ ഉമ്മ ഏതാണോ ഉള്ളത് അതിലല്ല വളർത്തലുണ്ടാകുക. അപ്പൊ ഓന് ഇസ്ലാം ഒന്നായിട്ട് ഒരു ബന്ധമില്ലാതെ അങ്ങനെ വളർന്നു. ഓൻ മെഡിക്കൽ കോളേജിലെത്തി, ഓൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഓൻ മുസ്ലിമായി. മാഷാ അല്ലാഹ്. പിന്നെ വാപ്പയാണ് അപ്പൊ ഓനെ ഫുൾ എന്ത് ചെയ്യുന്നത്? വാപ്പയും ഡോക്ടറാണ്, ഉമ്മയും ഡോക്ടറാണ്. അപ്പൊ അവനെന്ത് ചെയ്ത് പറഞ്ഞാല് പിന്നെ ഓൻ്റെ ഒരു കല്യാണ കാര്യത്തില് പിന്നെ ഓൻ പക്ക ഇതായപ്പോ ഓനൊരു കല്യാണം കഴിക്കണം. ഓന്റെ പേരയിലൊന്നും പ്രശ്നമില്ല. ഒറ്റ കല്യാണം ശരിയായില്ല. കല്യാണം ഇങ്ങനെ ആലോചിക്കുക. ചില കല്യാണങ്ങളൊക്കെ വരും. അപ്പൊ ഒന്നെങ്ങനെ വിളിക്കും, എന്താ അവസ്ഥ അതായിരിക്കും. പക്ഷേ എവിടെയും കെട്ടിച്ചു പോവാത്ത കുട്ടികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മനസ്സിലായി നിങ്ങൾക്ക്? എന്താ സംഭവം? എന്താ? ഓന്റെ വാപ്പ ഡോക്ടറാണ്, ഉമ്മ ഡോക്ടറാണ്, സാമ്പത്തികണ്ട്, ഓൻ എന്താണ് ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്, PG ചെയ്തുകൊടുക്കുകയാണ്. പക്ഷെ നല്ല കല്യാണങ്ങളൊന്നും വരുന്നില്ല. എന്താ കാരണം? ഓ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. നമ്മളെ നാട്ടിൽ ഇതേമാതിരി ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മുടി കിട്ടുന്ന ആളുകളുടെയൊക്കെ കുടുംബത്തേക്കൊക്കെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഓൽക്കും ഞമ്മക്കായിട്ട് എന്താ വ്യത്യാസമുള്ളത് തിരിച്ചറിയാൻ പറ്റുമോ? മുടി കിട്ടുന്ന ആളെ മൂക്കുന്ന ഒരു ഓട്ടം ഉണ്ടാവോ? പക്ഷെ നമ്മളെ നാട് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അന്ന് അറബി നാട്ടിലും ഈ ഒരു സ്വഭാവം ഉണ്ടായത്. അടിമ മോചിപ്പിച്ചാലും ഓന്റെ എന്തുണ്ട്? ഓൻ അടിമ മോചിപ്പിച്ചവനല്ലേ എന്നുള്ള. അതുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് എന്തുണ്ടായിട്ടില്ല? ആ കല്യാണ കാര്യത്തില് വലിയ താല്പര്യമില്ല. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് സഹോദരനും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അതിലെന്തില്ല? സ്വന്തമായ ഒരു തീരുമാനമില്ല എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു? ആയത്തിറങ്ങി. അപ്പൊ പിന്നെ വേറെ വർത്താനൊന്നുമില്ല. അള്ളാന്റെ റസൂലിന് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കല്യാണത്തിന് എന്ത് ചെയ്തു? അവർ സമ്മതിച്ചു. ആ കല്യാണം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഇത് നബിതങ്ങൾ സാഹസങ്ങളെ കുടുംബക്കാരിയാണ്. ഓരെല്ലാം കൊണ്ട് സാമ്പത്തികമായിട്ടും വേറുള്ള അവസ്ഥയിലൊക്കെ കുറച്ച് ഉയർന്ന അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലും എന്തായി? അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായി. എന്നുവെച്ചാൽ അബ്ദുല്ലാഹി സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു തന്നെ പോറ്റുന്ന ആളാരാണ്? റസൂലുള്ളാഹി സാഹസങ്ങളാണ്. നബിതങ്ങളിലും വരാൻ പറ്റിയ തോട്ടങ്ങളും പരിപാടികളൊന്നും ആവില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? മഹർ കൊടുത്ത നബിതങ്ങൾ സാഹസങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവൂലേ? സ്ത്രീകളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായാൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് എന്ത്? കല്യാണം കഴിക്കുമ്പോ എവിടുന്ന് കഴിക്കണോ? കഴിച്ചു കൊണ്ടുവരുമ്പോ ഗ്രാഫ് താന്നോടുത്തുനിന്ന് കൊണ്ടുവരണം. മനസ്സിലായില്ല? ഗ്രാഫ് പൊന്തിയെടുത്തുനിന്ന് കൊണ്ടുവന്നാല് ഓന്റെ ജീവിതം എന്താവും? ആ പാർക്കുമാർക്കൊക്കെ ഒരു സുഖം ഉണ്ടാവും. പക്ഷെ ആ ചെക്കന്റെ കഥ കട്ടപ്പ കഴിക്കും. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ഒരു അസ്വസ്ഥത ഉണ്ട് ജീവിതത്തിൽ. അങ്ങനെ നബിതങ്ങൾ സാധനങ്ങൾ ഒരിക്കൽ ഓള് പറഞ്ഞാൽ കേക്കൂല. മനസ്സിലായില്ല ഭായി? സ്വാഭാവികമായിട്ടുണ്ടല്ലോ. ഓളെ വരേന്ന് കൊണ്ടുവന്ന കാറ്, ഓളെ വരേന്ന് ഓളെ വാപ്പ വാങ്ങിയെടുത്ത പെര, ഓളെ വാപ്പ കൊണ്ടുകൊടുത്ത കട്ടില്, പാത്രം ഒക്കെ ആയത്. ഈ വരയിൽ ഒന്നും ഈ അബുവിന്റെ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഫ്രിഡ്ജൊന്നും ഉറക്കടച്ചാൽ ചൂടാവും. അങ്ങ് അടിച്ചു പൊളിച്ചല്ലോ, എന്റെ വാപ്പ നയിച്ചുണ്ടാക്കിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ സംഗതി ഫ്രിഡ്ജൊക്കെ വാങ്ങിയില്ലെങ്കിലും ഓന്റെ അഭിമാനം പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും. ഇടക്കിടക്ക് അതിനിങ്ങനെ സൂര്യോട് കുത്തുമായി ഇടക്ക് പൊന്തും. അപ്പൊ ചെറിയ ആട്ടുംകൊട്ടൊക്കെ വർത്താനങ്ങൾ ഉണ്ടാവും. അപ്പൊ നബിതങ്ങൾ സാഹസങ്ങൾ എടുക്കൽ ഇവരിങ്ങനെ വന്ന് പറയും. മനസ്സിലായോ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇസ്ലാമിൽ കുഫു നോക്കണ്ടെന്ന് നിൽക്കും. കുഫു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. കല്യാണ കേസ് അതിനോട് അതിന്റെ എല്ലാ അറബി നിങ്ങൾക്ക് അറിയാം. കുഫു ഇങ്ങനെ നോക്കണ്ടേ? ഇസ്ലാമിലത് നോക്കണം. നോക്കാൻ അനുവാദമുണ്ട്. കുഫു നോക്കൽ എന്ന് ചോദിച്ചാൽ കുഫു ഫർള് അല്ല. ഒരു വലിയ സമ്പന്നനായ ഒരാൾക്ക് വളരെ സമ്പത്തൊന്നും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിലെ കാര്യമായ കുഫു എന്താണ്? അതാ ഇസ്ലാം ആയിരിക്കണം എന്നുള്ളതാണ്. എന്ത്? ഒരു ഭയങ്കര ദീനിയായ ഒരു സ്ത്രീനെ, അല്ലെങ്കിൽ ഒരു ദീനിൽ ഇസ്ലാമുള്ള ഒരു സ്ത്രീനെ
ഭയങ്കര സമ്പന്നനായ ഭയങ്കര കുടുംബത്തിലുള്ള ഒരു അമുസ്ലിം സഹോദരൻ എന്താക്കാൻ പറ്റില്ല, അത് കുഫു ആവൂല. കാര്യമായ കുഫു അവിടെയാണുള്ളത്. പിന്നീടുള്ള കുഫു ഒക്കെ സാമ്പത്തികമായി അവരുടെ കുടുംബജീവിതം നല്ലൽക്കായി പോവാൻ വേണ്ടിയിട്ട് പരസ്പര സാമ്പത്തിക അവസ്ഥകളൊക്കെ നോക്കൽ എന്താണ് വൈ. പക്ഷെ ഒരാൾ നോക്കാതെ കല്യാണം കഴിച്ചു വിചാരിച്ചിട്ട് അയാളെ കല്യാണത്തിന് എന്താ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. തമ്മിൽ എന്തുണ്ടാവരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്? പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് മാത്രമേ ആരുദ്ദേശിക്കുള്ളൂ? ഇസ്ലാം ഉദ്ദേശിക്കുള്ളൂ. അതുകൊണ്ട് നബിതങ്ങൾ സഹാസല്ല തങ്ങൾ ഇങ്ങനെ ഒരു കുഫു നോക്കാനുണ്ടായിട്ട് ഒരിക്കൽ താല്പര്യക്കുറവുണ്ടായിട്ടും പിന്നെ എന്തിനാ ചെയ്തു കൊടുത്തത് വെച്ചാൽ ഇസ്ലാമിന്റെ ദീനിന്റെ കാര്യത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്താണ് പറയുവായി ടോപ്പിലല്ലേ. കാരണം നബിതങ്ങൾ സഹാസല്ലം തങ്ങളെ തെർബിയത്തിൽ വളർന്ന അതുകൊണ്ട് നമ്മളുണ്ടാവില്ലേ, ഇപ്പൊ നമ്മളെ കൂടെ പണിയെടുക്കുന്ന ഒരു ആളുണ്ട്. ചില ആളുണ്ട് അങ്ങനെ കച്ചവടത്തിൽ നമ്മളെ സ്റ്റാഫായിട്ട് പറയുക സൂപ്പർ മാർക്കറ്റിലൊക്കെ പണിയെടുക്കണുണ്ടാവും. എന്നിട്ട് ഓൻക്ക് ആരെ കെട്ടിച്ചു കൊടുക്കും? അങ്ങനല്ലേ പീടിക പണിക്കുന്ന ആൾക്കാർക്കൊക്കെ മുള കെട്ടിച്ചു കൊടുത്ത ആളൊക്കെ എനിക്കറിയാം. എന്തിനാണ് അങ്ങനെ കെട്ടിച്ചു കൊടുത്തത്? അയാളെ പണിക്കാരനല്ലേ. പക്ഷെ അവനിൽ അത്ര ഗുണങ്ങൾ കണ്ടിട്ടാണ് ആര് കെട്ടിച്ചു കൊടുക്കുന്നത്? ഈ വാപ്പ കെട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നബിതങ്ങൾ സഹാസൻ തങ്ങൾക്ക് ആരാ അറിയാം? സയ്യിദ് റളിയല്ലാഹു അൻഹു അറിയാം. സയ്യിദ് റളിയല്ലാഹു അൻഹു അധിക യുദ്ധങ്ങളിൽ അമീറായിട്ട് പോയിട്ടുണ്ട്. നബിതങ്ങൾ സഹാസല്ലം തങ്ങളോട് വലിയ അടുപ്പുള്ള ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിതങ്ങളുടെ മോനാന്ന് നാട്ടുകാർ പറയാന്ന് പറഞ്ഞാല് അതിന്റെ വാല്യൂ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം അതുകൊണ്ടാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ദീനിയായ മസ്ലഹത്ത് നോക്കിയിട്ടാണ് നബിതങ്ങൾ സഹാസങ്ങൾ അവർക്ക് ചെറിയ താല്പര്യക്കുറവുണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്തായത് കല്യാണം കഴിപ്പിച്ചെടുത്ത്. പക്ഷെ അത് വിചാരിച്ച മാതിരി എന്തായില്ല, ആവാതായപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് എന്ത് ചെയ്തു? പരാതി പറഞ്ഞു. ആര്? സയ്യിദ് റളിയല്ലാഹു അൻഹു. ഓള് തീരെ പറഞ്ഞത് കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ് കേൾക്കാക്ക പറഞ്ഞാൽ ഇപ്പുള്ളതല്ല, പണ്ടേ ഉള്ളതാണ്. ഇതിലല്ലേ. അതുകൊണ്ട് നിങ്ങൾ വലിയ കുരുമാളൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞതാണ് അതിന്റെ പറഞ്ഞ കേൾക്കാക്കാനുള്ള അതിന്റെ മെയിൻ കാരണം. എന്ത്? ഓളോ അപ്പന്റെ കായ് ഓളോ അപ്പന്റെ എല്ലാം ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാല് പിന്നെ ആരോടുന്ന് കൊണ്ടുവന്നാല് ഉണ്ടാവും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണ്. അവനക്കൊരു കാർ കൊടുത്ത് ഭാര്യ വീട്ടിൽ നിന്ന് കുറെ മുമ്പാണ്. അപ്പോ ഒരു ദിവസം ഇങ്ങനെ ഓളെ വീട്ടിൽ നിന്ന് വല്ല അവിടെ പോയിട്ട് ഇങ്ങനെ വരും, കാറ് റിവേഴ്സ് ചെയ്തു. അങ്ങനെ റിവേഴ്സ് ചെയ്തപ്പം റിവേഴ്സ് ചെയ്യുന്ന ആൾക്കറിയാം എന്ത് ബാക്കിൽ എന്താ ഉള്ളത് എന്നങ്ങനെ. അങ്ങനെ ഒരു മാവുണ്ട് അവരെ വീട്ടിൽ. അവിടെ ഇങ്ങനെ വണ്ടിക്കട്ട് അടിച്ചിട്ടുള്ളൂ, ചൂടാലൂടെ അതിനായിരുന്നു. ഇതൊരു നിക്കാഹിന്റെ കുത്തുബ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണെന്ന്. ഏത്? ഞമ്മളെ വണ്ടിയാണ്, ഇടിച്ചാലും കൂടി പോലും നോക്കൂല. ഏത്? ഓളം ആവുന്നോണ്ട് അങ്ങനെ മുട്ടിയില്ല. വണ്ടി വേക്കെടുക്കുന്ന ആൾക്കാർക്കറിയല്ലോ. എന്നിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് എന്നിട്ട് ഓളം ആക്ഷനും ചൂടായാലൊക്കെ ഞാൻ അപ്പടെ വണ്ടിക്ക് പോരണമെന്ന് വിചാരിച്ചു. പിന്നെ ഗതികേടുകൊണ്ട് എന്ത് ചെയ്താണ് കൊണ്ടതാണെന്ന്. അപ്പൊ അതൊക്കെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അന്ന് ഇവർ കുറച്ച് സാമ്പത്തികങ്ങളാണ്. സയ്യിദ് റളിയല്ലാഹു കാര്യമായിട്ട് എന്തില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വഇദ് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി. നീ പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? അൻഅമല്ലാഹു അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹു എന്ത് ചെയ്തിന്? ആരെ മേല്? സയ്യിദ് റളിയല്ലാഹുവിന്റെ മേല് അനുഗ്രഹം ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹത്തിനെ മുസ്ലിമാക്കി, നബിതങ്ങൾ സഹാസങ്ങളെ വീട്ടിൽ കൊണ്ടയാക്കി. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം. അൻഅംത അലൈഹി, നീയും അയാളുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? എന്താ അനുഗ്രഹം ചെയ്തു തരണം? നബിതങ്ങൾ സഹാസങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു, എന്താക്കി? സ്വതന്ത്രനാക്കി. പിന്നെ നബിതങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുകയും തങ്ങളെ വളർത്തുപുത്രനെ പോലെ കൊണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനത്തെ ആള് പരാതി പറഞ്ഞു. എന്ത്? എന്റെ ഭാര്യനെ എനിക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പം നബിതങ്ങൾ സഹാസങ്ങൾ പറഞ്ഞു, അംസിക് അലൈക സൗജക, നിന്റെ ഭാര്യനെ എന്താക്ക്? പിടിച്ചു വെക്കുക. പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പിടിച്ചു വെക്കുക എന്താ? ഓളെ കൊണ്ട് നടക്കുന്നു. ഈ തലാക്കും അതുതൊന്നും എന്ത് ചെയ്യണ്ട. എന്ത് ചെയ്ത് മുന്നോട്ട് കൊണ്ടേക്കോ, പിടിച്ചു നിൽക്കുന്നൊക്കെ പറയില്ല നമ്മള്. അതേമാതിരി തന്നെയാണ് പിടിച്ചു വെക്കുന്ന പറഞ്ഞിട്ട്. അംസിക അലൈക സൗജക എന്ന് പറഞ്ഞാൽ അറബിയിലെ ഒരു പ്രയോഗമാണ്. എന്റെ ഭാര്യനെ എന്ത് ചെയ്ത് ഒഴിവാക്കണ്ട, ചേട്ടാ പിടിച്ച് കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു. വത്തഖില്ല, എന്തുകൂടി പറഞ്ഞു? അള്ളാനെ സൂക്ഷിക്കണം. ഇതിന് ഉലമാക്കൾ പറഞ്ഞത് തലാക്ക് കുറച്ച് അള്ളാഹ്ക്ക് അനുവദിച്ച കാര്യത്തിൽ തന്നെ കുറച്ച് വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തോ? സൂക്ഷിച്ചോ, ജോളം നിർത്ത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറയാണ്, വതുഖ്ഫീ ഫീ നഫ്സിക്, നിന്റെ നഫ്സിൽ നിന്റെ ഹൃദയത്തിലുള്ളതിനെ നീ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. ആരോട് പറയണേ? നബിതങ്ങൾ. അപ്പൊ അല്ലാഹു തആല
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, സൈനബിനെ എന്താക്കും, ഒഴിവാക്കും. അപ്പം നീ അവളെന്ത് ചെയ്യണം, വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള അറിവ് സന്ദേശം ആർക്ക് കൊടുത്തിട്ടുണ്ട്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തുകൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആര് എന്ന് പറയുന്നത്, സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അപ്പോഴും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, അംസിക് അലൈക സൗജക വത്തഖില്ലാ, നിന്റെ ഭാര്യനെ നീ അവിടെ നിന്ന് നിർത്ത്, അല്ലാഹനെ സൂക്ഷിക്കുന്നു. അപ്പൊ അള്ളാഹു പറയാണ് വതുഖ്ഫി ഫീ നഫ്സിക്, എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്തെന്നിട്ട് ആ കാര്യം എന്താക്കാണ്, മറച്ചു വെക്കാണ്. പിന്നെ മല്ലാഹു മുബ്ദീഹി, അള്ളാഹു അതിനെന്ത് ചെയ്യാണ്, പരസ്യപ്പെടുത്താണ്. അള്ളാഹു എന്ത് ചെയ്യാൻ പോവാണ്, പരസ്യപ്പെടുത്താണ്. വതഖ്ശന്നാസ, നീ ജനങ്ങളെ പേടിക്കാണ്. നബി തങ്ങൾ സല്ലല്ലാഹു തങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്തിന്റെ പേരിലാണ് പറഞ്ഞാൽ, എന്തിന്റെ പേരിലാണ്? ഈ നാട് വേറെ തലാക്കില്ലടാ, എന്നിട്ട് ഓളെ ഞാൻ കല്യാണം കഴിക്കുക. അപ്പൊ ജനങ്ങൾ എന്താ പറയാ? കാരണം അവിടെ ജഹാലത്തിലുള്ളൊരു കാര്യം, വളർത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെയാണ്, സ്വന്തം പുത്രനെ പോലെ. അപ്പൊ സ്വന്തം ഭാര്യനെ, മകന്റെ ഭാര്യനെ വിവാഹം കഴിക്കുക എന്നുള്ളത് ജാഹിലിയത്തിലും കൂടി ഇല്ല, ആ നാട്ടിൽ പൊതുവായി ഇല്ലാത്തൊരു കാര്യമാണ്. മകന്റെ ഭാര്യ ഓൻ തലാക്കില്ലപ്പോ അതിനെ കല്യാണം, അമ്മോശം കല്യാണം കഴിക്കാറിനാൽ, അപ്പോ ആ ഒരു കാര്യത്തെ ആര് പേടിക്കാണ്? നബി തങ്ങൾ ദിവസങ്ങൾ ഇനി ആൾക്കാരൊക്കെ എന്തൊക്കെ പറയും, ആര് ഈ ആൾക്കാരിങ്ങനെ പറഞ്ഞുണ്ടാക്കി ആ കുൽമാലാക്കൂലേ മോന്റെ ഭാര്യനെ കെട്ട്, ഇല്ലെങ്കിലേ നബി തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അതിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പോ ഇതും കൂടി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നബി തങ്ങൾ സാഹസങ്ങൾ എന്ത് ചെയ്തത്, മറച്ചു വെച്ചിട്ട് അംസിക് അലൈക സൗജക് എന്ന് പറഞ്ഞു. പിന്നെ വല്ലാഹു അഹഖു അൻ തഖ്ശ, പടച്ചോൻ പറയണേ ഭയപ്പെടാൻ ഏറ്റവും അർഹനും യോഗ്യനും ആരാണ്? അള്ളാഹനെ ഭയപ്പെട്ടാ മതി എന്നാണ്. ഇനി ആ സംഭവം പറയണേ, ഫലമ്മ ഖലാ സൈദും മിൻഹ വതറ, ഫലമ്മ ഖലാ സൈദും മിൻഹ വതറ. ഫലമ്മ ഖലാ എന്ന് വെച്ചാൽ പൂർത്തിയായപ്പോൾ, പൂർത്തിയാക്കിയപ്പോൾ, സെയ്ദ് പൂർത്തിയാക്കിയപ്പോൾ, മിൻഹ അവളിൽ നിന്ന് വെച്ചാൽ സൈനബ് റളിയല്ലാഹു അൻഹ, വതറ ആവശ്യം എന്നൊക്കെ അർത്ഥം. ആവശ്യം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആവശ്യം പൂർത്തിയാക്കലല്ല, എന്ന് വെച്ചാൽ വിവാഹമോചനം നടത്തുക എന്നുള്ള കാര്യം പൂർത്തിയാക്കിയപ്പോ അതാണ് അയാളുടെ ആവശ്യം. നമ്മളിപ്പം ഭാര്യന്റെ ആവശ്യം പൂർത്തിയാക്കി അറിയുമ്പോൾ ചിന്തിക്കുന്ന വേറെ ചിന്തണ്ട്. അതൊക്കെ ഒരു മുസീബത്തായാലുണ്ടല്ലോ, പിന്നെ ആവശ്യം എന്തേക്കും അറിയോ, എന്തേക്കും പിന്നെ ആവശ്യം പൂർത്തിയായി എന്ന് പറഞ്ഞവും ബാക്കിയുള്ളവർക്ക് എന്ത് കത്തിയാലും ഓനക്കൊരു കാര്യം കത്തും. എന്താണ് മേത്തുന്ന്? അതേപോലെ തലാക്ക് ചൊല്ലിയപ്പോൾ എന്നാണ് ആ വാക്കിനെന്ത്, ഫലമ്മ ഖലാ സൈദും മിൻഹ വതറ എന്ന് പറഞ്ഞാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു അവളെ തലാക്ക് ചൊല്ലിയപ്പോൾ. ഞാൻ അതിന്റെ വാക്കിന്റെ അർത്ഥം പറഞ്ഞതാണ് നിങ്ങൾക്ക്. ഫലമ്മ ഖലാ സൈദുൻ, സെയ്ദ് പൂർത്തിയാക്കിയപ്പോൾ, മിൻഹ അവളിൽ നിന്ന്, വതറ എന്ന് പറഞ്ഞാൽ ആവശ്യം, അദ്ദേഹത്തിന്റെ ആവശ്യം എന്താ, ഒഴിവാക്കുക എന്നുള്ളത്. അത് പൂർത്തിയാക്കിയപ്പോൾ സവ്വജ്നാകഹ, ആ സൈനബിനെ ഞാൻ നിങ്ങൾക്ക്, ആര്, അല്ലാഹു വിവാഹം കഴിച്ചെന്നിരിക്കുന്നു. ലികൈലാ യകൂന, ആവാതിരിക്കാൻ വേണ്ടി, അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹറജുൻ വിഷമം, ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫി അസ്വാജി അദിഅയാഹിം അവരുടെ വളർത്തു മക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കൽ മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ എന്തിനാ അങ്ങനെ ചെയ്യിക്കുന്നത്? അല്ലാഹു ഈ നാട്ടിലൊരു വേണ്ടാത്ത സമ്പ്രദായം ഉണ്ട്, ആ സമ്പ്രദായത്തിന് എന്താക്കാണ് അല്ലാഹു ഇല്ലായ്മ ചെയ്യണം. ആദ്യം വളർത്തുപുത്രന്മാരുടെ പേരിൽ, വളർത്തുന്ന ആളെ പേരിലേക്ക് ചേർത്ത് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ് പറഞ്ഞാൽ, വളർത്തുപുത്രന്മാരുടെ ഭാര്യമാര് സ്വന്തം മക്കളുടെ ഭാര്യമാരെ പോലെയാണ് എന്നുള്ള ധാരണ ഉണ്ട്, അതുമില്ല. അവരെന്ത് ചെയ്യാൻ പറ്റും, വിവാഹം കഴിക്കാൻ പറ്റും. പിന്നെ എപ്പം ഔടി പറയുണ്ടാവും, ഇദാ ഖലൗ മിൻഹുന്ന വതറ, കണ്ടില്ലേ, ഇദാ ഖലൗ മിൻഹുന്ന വതറ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ആവശ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ആവശ്യം എന്താണ്, ആ വിവാഹമോചനമാക്കി കഴിഞ്ഞാൽ പോറ്റുമക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് എന്തില്ല,
ആ ഒരു വിഷമട് മാറാൻ വേണ്ടി ആരോടെന്നെ കഴിപ്പിക്കാണ്? നബിതങ്ങൾ സഹാസങ്ങളോട് കഴിപ്പിച്ച പിന്നെ ആ നിയമം എന്തായി? അത് നടപ്പിലായല്ലോ. ഇതാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചത്. വകാന അംറുല്ലാഹി മഫ്ഊല. അല്ലാഹുവിന്റെ കൽപ്പന എന്താവും? പ്രാവർത്തികമാക്കപ്പെടുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പൊ സൈനബ് റളിയല്ലാഹു അൻഹനെ അവർ തലാഖല്ലി. ആര്? പിന്നെ സയ്യിദ് റളിയല്ലാഹു അൻഹു. പിന്നെ സവ്വജ്നാകഹ, അവരെ അല്ലാഹു എന്താക്കി കൊടുത്തു? അതുകൊണ്ട് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ തുടങ്ങിയ ഭാര്യമാരോടൊക്കെ പറയുന്നു, നിങ്ങളൊക്കെ കല്യാണം കഴിപ്പിച്ചെന്നത് നിങ്ങളെ വാപ്പിയമ്മയൊക്കെയാണ്, എനിക്ക് കല്യാണം കഴിപ്പിച്ചെന്ന ആരാണ്? അല്ലാഹു ആണ്. എന്റെ കല്യാണം ആകാശത്തിലാണ് നടന്നത് എന്ന് പറയായിരുന്നു. പെണ്ണുങ്ങളല്ലേ, എന്തായാലും പറയാക്കൂലല്ലോ. അപ്പൊ സൈനബ് റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു? എന്റെ കല്യാണം രണ്ട് അർത്ഥത്തിലാണ് അതുള്ളത്. ഒന്ന് ഡയറക്ഷൻ അല്ലാഹു തആല തീരുമാനാക്കി, പിന്നെ ബാഹ്യമായ ശറഈന്റെ നിയമങ്ങളൊന്നും ഇല്ലാതെ കല്യാണം നടന്നു എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാല് കല്യാണത്തിന്റെ കാര്യം തീരുമാനാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. നടത്തി കൊടുത്തത് ഉമ്മി വാപ്പി ആണെങ്കിലും അതിന്റെ ഇതൊക്കെ സംഗതിയൊക്കെ നടത്തിയത് ആരാണ്? അല്ലാഹ്. അപ്പൊ ആ അർത്ഥത്തിലും അല്ലാഹു തന്നെയാണ് എന്ത് ചെയ്തത്? കല്യാണം നടത്തി കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പം പോറ്റുമക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള തെറ്റായ ജാഹിലിയത്തിലെ കാര്യങ്ങളെ എന്താക്കാനാണ്? മാറ്റാൻ വേണ്ടിയിട്ടാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്യിച്ചത്? വിവാഹം ചെയ്യിച്ചത്. ചില കാര്യങ്ങളിൽ നാട്ടുകാരെ എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ടല്ലോ, അത് വതഖ്ശന്നാസ, ജനങ്ങളെ പേടിക്കുക, വല്ലാഹു അഹഖു അൻ തഖ്ശ, പേടിക്കാൻ അർഹനാരാണ്? അല്ലാഹുവാണെന്നൊക്കെ. അപ്പൊ ജനങ്ങളെ പേടിച്ചിട്ട് അത് ഇതൊന്നും ചെയ്യരുതെന്ന് എപ്പോഴും നമ്മളും പറയലുണ്ട്. എത്ര ജനങ്ങളെ പേടിക്കേണ്ടത്. എന്നാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലാൽ ഹറാമുകളായ ഹുക്കുമുകളല്ലാത്ത കാര്യത്തിലൊക്കെ ജനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? തങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ജനങ്ങൾ അങ്ങനെ വിചാരിക്കല്ലോ, ഇങ്ങനെ പറയല്ലോ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചിന്തിച്ചിട്ട് ആ കാര്യങ്ങളെ നബിതങ്ങൾ സഹാസങ്ങൾ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? അതില് അള്ളാഹുവിന്റെ എന്തുണ്ടാവില്ല? ഹറാമ് ഹലാല് ഹുക്കുമുകൾ കൽപ്പനകളില്ലാത്ത കാര്യത്തിൽ. കൽപ്പനകളുള്ള കാര്യത്തിൽ പിന്നെന്തില്ല? ഒരു വിട്ടുവീഴ്ചയില്ല. അതാണ് ഇത് കൽപ്പനയാണ്. പോറ്റുമക്കളുടെ ഭാര്യമാരെ കെട്ടാൻ പാടില്ല എന്നുള്ള നിയമത്തിന് പാടുണ്ട് എന്ന് പറയണം, അത് കൽപ്പനായി. അല്ലാത്ത സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് നബിതങ്ങൾ സഹാസങ്ങളെ വലിയ ആഗ്രഹമായിരുന്നു കഅബ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ഉണ്ടാക്കിയപ്പം പടിഞ്ഞാറും കിഴക്കും 2 വാതിലുകൾ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? 2 വാതിലുണ്ടായിരുന്നു. അപ്പൊ ഒരു വാതിലൂടെ കയറിയിട്ട് അടുത്ത വാതിലൂടെ എന്ത് ചെയ്യുമായിരുന്നു? ഇറങ്ങിപ്പോവായിരുന്നു. അതും ഉണ്ടായിരുന്നത് ഭൂമിന്റെ നമ്മൾ സാധാരണ വാതിൽ വെക്കണേ അതേ ലെവലിൽ ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു പറഞ്ഞാല് ഖുറൈശികളൊക്കെ അവിടെ കഅബ ശരിയാക്കിയപ്പം ഒരു വാതിൽ അടച്ചു. പിന്നെന്ത് ചെയ്തു പറഞ്ഞാൽ കോണി വെച്ച് കയറാൻ പറ്റുന്ന സിസ്റ്റത്തിൽ എന്താക്കി? വാതിലിനെ ഉയർത്തുകയും ചെയ്തു. അതെന്തിനാ ഉയർത്തി വെച്ചാൽ? എന്തിനാ? ഓർക്ക് ഇഷ്ടമുള്ള ആളെ മാത്രം കയറ്റാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഓർക്ക് ഇഷ്ടമുള്ള ആളെ മാത്രം കയറ്റാൻ വേണ്ടിയിട്ട്. നബിതങ്ങൾ സഹാസങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? ഇബ്രാഹിമി സിസ്റ്റത്തിൽ തന്നെ എന്തുണ്ടാക്കണം? കഅബനെ ആക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നബിതങ്ങൾ സഹാസങ്ങൾ പറഞ്ഞു, ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതേപോലെ ഇട്ടത്. ഇവിടെ തെറ്റിദ്ധരിക്കണതിന്റെ പേരിൽ അങ്ങനെ ഇട്ടതിന്റെ കാരണം ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഹലാല് ഹറാമിന്റെ ഒന്നും എന്തില്ല വിഷയങ്ങൾ, നിയമങ്ങളൊന്നും വരുന്നില്ല. അതിപ്പോ അങ്ങനെ ആയി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഈ തെറ്റായ ആചാരം ഖിയാമത്ത് വരെ എന്ത് ചെയ്യും? നിലനിൽക്കും. എന്ത്? കെട്ടാൻ പാടില്ല. പക്ഷെ എന്നാ അള്ളാന്റെ ഹുക്കുമിൽ എന്താണ്? കെട്ടൽ അനുവദന. അപ്പൊ ഒരു അനുവദനീയമായ കാര്യത്തെ നിഷേധിക്കുക, ഹറാമാക്കുക എന്ന് പറഞ്ഞ സാധനം പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു തആല അങ്ങനെ ഒരു നിലപാടെടുത്തത്. നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾക്ക് ഈ കാര്യത്തിൽ അത്ര എന്ത് ചെയ്തിട്ടില്ല. തങ്ങൾ ഇനിയിപ്പോ ഒരു പ്രയാസങ്ങൾ ഉണ്ടാക്കണ്ട, നാട്ടുകാരൊക്കെ ഇല്ലെങ്കിൽ ആക്ഷേപിക്കണ്ട എന്ന് വിചാരിച്ചാൽ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിച്ചപ്പം അല്ലാഹു തആല ഇടപെട്ടിട്ട് പറഞ്ഞു, എന്ത്? അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന്. അതൊരു ഭയങ്കര പുഷലുണ്ടായി. ആളെ എന്താക്കാണ് അല്ലേ? ഒരു സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാവില്ലേ? പ്രസിഡന്റ് നിന്ന് വരെ വിളിച്ചോണ്ട് നാളെ എന്താക്കി? ഇയാൾ പ്രസിഡന്റ് എന്ന് വിളിച്ചോണ്ടെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ മാതിരി. അപ്പൊ ഭയങ്കര കുളിർമണ്ടാകുന്ന ഒരു കാര്യമാണ്. ആരിലേക്കാ ചേർക്കണേ? ഒരു ലോകാനുഗ്രഹിയിലേക്ക് ചേർക്കാണ്. അപ്പൊ അത് പോയി. രണ്ടാമത്തെ ആരും പോയി? ഭാര്യയും പോയി. അപ്പം അല്ലാഹു തആല
സെയ്ദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഷരീഫിൽ ഒരാളെയും എന്ത് ചെയ്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു ഉണ്ട്, എത്രേ സഹാബാക്കളുണ്ട്, ഒരാളെ പേരും അള്ളാഹു പ്രതിപാദിച്ചില്ല. പക്ഷേ ആരെ പറഞ്ഞു? ഇത് പേര് പറയാതൊക്കെ ആർക്ക് പറയാ? അള്ളാഹ്ക്ക് പറയാ. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തിട്ട് ഒരു അംഗീകാരം അവിടെ കൊടുക്കാണ്. ആർക്ക്? സെയ്ദ് റളിയല്ലാഹു അൻഹു. ആരിഞ്ഞ് സെയ്ദ് ബിൻ മുഹമ്മദ് വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആര് പറഞ്ഞിട്ടുണ്ട്? സെയ്ദ് ഫലമ്മാ ഖല്ലാ സെയ്ദും മിൻഹാ വതറ എന്ന് ഓതിയാൽ സെയ്ദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ 30 നന്മട്ടും. നിസ്കാരത്തിലാണ് ഓതണമെങ്കിൽ 300 നന്മട്ടും. എന്ത് പറഞ്ഞാൽ? സെയ്ദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു അംഗീകാരം കൊടുത്തു. ഒറ്റ സഹാബിന്റെ പേര് പറഞ്ഞില്ല. നമ്മളൊക്കെ പേരെടെങ്കിൽ പത്രത്തിന്റെ മൂലയിൽ എടെങ്കിൽ വന്നാൽ ആ പേപ്പർ കട്ടിങ്ങൊക്കെ എടുത്തുക്കോ, നമ്മള് ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചാളും. മനസ്സിലായില്ലേ? അള്ളാഹു ഖുർആൻ ഇതിപ്പോഴും ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെ പറ്റി? അതുകൊണ്ട് ഖുർആനിൽ പേര് പറഞ്ഞ ഏക സഹാബിയാണ് ആര്? അപ്പൊ അള്ളാഹു ഒരു അംഗീകാരം കൂടി കൊടുത്തതാണ്. ആർക്ക്? സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ സാഹബങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സെയ്ദ് റളിയല്ലാഹുവിന്റെ ഒരു മോൻ ഉണ്ടായിരുന്നു. എന്താ പേര്? ഉസാമ. ഉസാമത്ത് ബിൻ സെയ്ദ്. കേട്ടില്ലേ നിങ്ങള്? ഉസാമ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? ഉസാമ റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒരു പേരക്കുട്ടിന്റെ അവസ്ഥയിലാണ് ആര് കാണുന്നത്? നബിതങ്ങൾ സാഹസങ്ങൾക്ക് ആൺകുട്ടികളില്ല. അപ്പൊ മോനെ പോലുള്ള ആളാണ് സെയ്ദ്. സെയ്ദിന്റെ കുട്ടി എന്താവും? ഇപ്പൊ ചില ആൾക്കാരുണ്ടോ അങ്ങനെ ഉണ്ടാവുമല്ലോ, പണിക്കാരന് ആൺകുട്ടികളൊന്നുമില്ല, ചെറുപ്പത്തിൽ തന്നെ വന്ന ഒരു പണിക്കാരനാടെ ഉണ്ടായിന്ന്, ഓനെ കല്യാണം കഴിച്ചു. ഓന്റെ കുട്ടീനോടൊക്കെ എന്തുണ്ടാവും? ഉസാമ റളിയല്ലാഹുവിനോട് നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉസാമ റളിയല്ലാഹുവിനെ ചെറിയ വയസ്സിൽ തന്നെ എന്താക്കിയിട്ടുണ്ട്? അമീറാക്കിയിട്ടുണ്ട്. നബിതങ്ങൾ സാഹസങ്ങളും വഫാത്തിന്റെ സമയത്ത് ഒരു ജമാഅത്തിനെ അയച്ചു. അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു തുടങ്ങിയ എല്ലാവരുള്ള ജമാഅത്തിന്റെ അമീർ ആരായിരുന്നു? ആ ജമാഅത്താണ് എന്ത് ചെയ്തത്? നബിതങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്തത്? മടങ്ങി വന്നത്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു പിന്നെ ആദ്യം അയച്ച ജമാഅത്ത് അതാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയിൽ ഇങ്ങനെ മൂക്കുന്നൊക്കെ ഇങ്ങനെ മൂക്കട്ടയും അതേമാതിരി ഇങ്ങനെ അഴുക്കൊക്കെ ഇങ്ങനെ വന്നപ്പം നബിതങ്ങൾ സാഹസങ്ങള് അങ്ങനെ മൂക്കായിട്ട് ഇങ്ങനെ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആ കുട്ടിന്റെ മൂക്കൊന്ന് പിടിച്ചു കൊടുക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കുട്ടികളില്ല. അതുകൊണ്ട് അതൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്തുണ്ടാവില്ല, ഇമ്മാർക്ക് ഉണ്ടാകുന്ന ആ സംഗതി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചെറുതായിട്ട് എന്ത് ചെയ്ത് അങ്ങനെ ചെയ്തില്ല. അപ്പൊ നബിതങ്ങൾ സാഹസങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞാൽ തങ്ങളെ നുബൂവത്തിന്റെ കൈകൊണ്ടൊക്കെ വൃത്തിയാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ എന്റെ നാവുകൊണ്ട് വൃത്തിയാക്കി കൊടുത്തേനെ. എന്നുവെച്ചാൽ നാവുകൊണ്ട് തുടച്ചെടുത്തിട്ട് വൃത്തിയാക്കി കൊടുത്തേനെ. കാരണം നബിതങ്ങൾ അത്ര എന്ത് ചെയ്തു? ഈ കുട്ടിനെ ഉസാമനെ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടെടുക്കായിരുന്നു. ഹജ്ജത്തുൽ വിദായിൽ നബിതങ്ങൾ സാഹസങ്ങൾ ഹജ്ജിൽ അറഫേന്ന് മഗ്രിബ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മടങ്ങണം മുസ്ദലിഫയിലേക്ക്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നബിതങ്ങൾ സാഹസല്ലാം തങ്ങള് എല്ലാവരും റെഡി ആയിക്കാറ് പോവില്ല. നബിതങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ പോകാതെ ഇങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ അവർക്ക് മനസ്സിലായി നബിതങ്ങൾ ആരോ എന്ത് ചെയ്യാണ്? വരാൻ കാത്തിക്കാണ്. അങ്ങനെ കാത്തിക്കുന്നതിന്റെ ഇടയിൽ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ കുട്ടി ഇങ്ങനെ വന്നു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അഞ്ഞു പോവാ എന്ന് പറഞ്ഞേ. അപ്പൊ അടിമന്റെ മോൻ എന്തെന്നാണ്? അടിമയാണെന്നുള്ള ഈ ഇതുപോലല്ലോ, ഏത് ബാർബർമാരുടെ കുടുംബത്തിൽ നിന്ന് കളക്ടറായാലും ചെലവിലും തരണാളൂ, ഓനൊക്കെ ബാർബറാണെന്ന് തരണാളൂ. എത്ര പൈസ ഉണ്ടായാലും ചെലവിലും ചെയ്യൂല, വിടൂല. എന്നമാതിരി യമൻകാരായ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഓ ഈ അടിമന്റെ മോനെ അടിച്ച ഈ പ്രമാണിമാരായ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ചു കെട്ടിട്ടിരുന്നത് എന്ന് അവർ പറഞ്ഞു. പക്ഷേ നബിതങ്ങൾ സാഹസങ്ങളെ വഫാത്തിന് ശേഷം ആദ്യമായി മുർത്തദ്ദായ ആൾക്കാർ അവരായിരുന്നു. ആ പറഞ്ഞ ആൾക്കാർ ഒരാളെ നിസാരായിട്ട് കാണാൻ പറഞ്ഞാൽ ഇർത്തിദാദിലേക്ക് മുർത്തദ്ദാവുന്നതിലേക്ക് എത്തുമെന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും എന്താക്കരുത്? നിസാരാക്കരുത് ആരെയും. മനസ്സിലായില്ലേ? അപ്പൊ നബിതങ്ങൾ സാഹസങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള വാപ്പിയും മോനും ആയിരുന്നാര് സെയ്ദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അള്ളാഹു അവരെ പരിഗണിച്ചത്. പിന്നെ മതിയായോ? മതിയായോ? ദൂരെ എടുത്തോട്ടെ. ഇതിന്റെ ഭാഗമാണ്. അടുത്ത് വേറെ വരാൻ പോവാണ്. മാഖാന അലൻ നബി മിൻ ഹറജ്. നബിക്ക് എന്തില്ല? ഒരു ബുദ്ധിമുട്ടില്ല. ഫീമാ ഫറളല്ലാഹു ലഹു. അള്ളാഹു എന്താക്കിയത്? അള്ളാഹു ഫറലാക്കിയതാണ്. അള്ളാഹു തീരുമാനിച്ച കാര്യത്തിൽ നബിക്ക് എന്തില്ല?
ഒരു പ്രയാസമില്ല. എന്നുവെച്ചാൽ പോറ്റുമോന്റെ ഭാര്യനെ കല്യാണം കഴിച്ചു എന്നുള്ളത് നബിക്കൊരു പ്രയാസമില്ല. എന്താ ഇതിന്റെ കാരണം? സുന്നത്തല്ലാഹ്, അത് അള്ളാന്റെ നടപടിക്രമാണ്. ഫില്ലദീന ഖലൗ മിൻ ഖബൽ, മുമ്പ് കഴിഞ്ഞുപോയ നബിമാരുടെ കാര്യത്തിലും ഇങ്ങനൊക്കെ എന്തുണ്ട്, തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം ഭാര്യമാരെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ബാക്കി മുൻ കഴിഞ്ഞുപോയ നബിമാരൊക്കെ പിന്നെ ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം ഒക്കെ, അവർക്കൊക്കെ കുറെ ഭാര്യമാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പുതിയ കാര്യമല്ല. എന്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ചു എന്നുള്ളത്. പിന്നെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നബിക്ക് എന്തിന്റെ ആവശ്യമില്ല, ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. സുന്നത്തല്ലാഹ്, അത് അള്ളാന്റെ നടപടിക്രമമാണ്. ഫില്ലദീന ഖലൗ മിൻ ഖബൽ, മുൻകഴിഞ്ഞുപോയ ആളുകളുടെ കാര്യത്തിലും. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അള്ളാഹുവിന്റെ കാര്യം അത് ഗണ്ണിതമായ ഒരു വിധി തന്നെയാണ്. പിന്നെ അതിലെന്തില്ല, ഒരു മാറ്റമില്ല. അല്ലദീന, ഒരു കൂട്ടരാണ് അവർ, യുബല്ലിഗൂന റിസാലാത്തില്ല, അവർ അള്ളാഹുവിന്റെ റിസാലത്തിന്, ദൗത്യത്തെ എത്തിച്ചു കൊടുക്കുന്നവരാണ്. വയഖ്ശൗനഹു, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമാണ്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാതെ ഒരാളെ അവരെന്ത് ചെയ്യില്ല, ഭയപ്പെടുന്നില്ല. വകഫാ ബില്ലാഹി ഹസീബ, അവർക്ക് അള്ളാഹ് മതി വിചാരണക്കായി. ഹസീബായി ആര് മതി? അള്ളാഹു അവർക്ക് മതിയായവനാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ എന്തില്ല, നബിയെ ഞങ്ങൾ പ്രയാസപ്പെടുന്നു വേണ്ട, ഇതൊക്കെ സുന്നത്തല്ലാണ്, അള്ളാന്റെ നടപടിക്രമങ്ങളാണ്. അല്ലദീന ഖലൗ മിൻ ഖബൽ, മുൻകഴിഞ്ഞു പോയ നബിമാരിലൊക്കെ ഇങ്ങനെ വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാമിന് ഒരുപാട് ഗുണങ്ങളും നന്മകളും ഉണ്ടായിട്ടുണ്ട്. അതിന് ഉലമാക്കൾ പറഞ്ഞ വലിയൊരു കാര്യം, എന്തായാലും മനുഷ്യന്റെ കുറെ സമയം ചെലവായാലും വീട്ടിലാണ്. അതുകൊണ്ട് ഭാര്യമാരെടുക്കൽ ചെലവാകുമ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത ഭാര്യമാരെ കൂട്ടത്തിൽ നബിതങ്ങൾ സാഹസങ്ങൾ കഴിഞ്ഞുകൂടിയോണ്ട് ഇസ്ലാമിന്റെ വ്യത്യസ്തമായ ഇടപെടലുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഖൈറുകൾ ഉണ്ടാവും. ഒരേ ഭാര്യയാണെങ്കിൽ ഓരോ സ്വഭാവത്തിനനുസരിച്ചുള്ള കാര്യമേ എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉമ്മത്തിൽ ദീനിയായ കാര്യങ്ങൾ നിലനിർത്തുക. എത്രയോ കാര്യങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഭാര്യമാരുടെ കൂടെ ഉണ്ടായ കുറെ ഭാര്യമാരും കുടുംബജീവിതം ഉള്ളതുകൊണ്ടാണ് കുറെ ഹദീസുകളും ദീനിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നിലനിന്ന് പോകുന്നത്. മുസ്ലിമീങ്ങൾക്ക് വലിയ മാതൃക ഉണ്ടാവുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണത്. അതിൽ നബിതങ്ങൾക്ക് എന്തിന്റെ ആവശ്യമില്ല. വമാ കാന അലൻ നബി മിൻ ഹറജ്, ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹ് പേരെടുത്ത് പറഞ്ഞ സഹാബിയൻ. സൈനബ് റളിയല്ലാഹു അൻഹക്ക് എന്തായി ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പുതിയാപ്പിളിനെ കിട്ടി. മനസ്സിലായില്ലേ? പല തഫ്സീറുകളിലും ഞാൻ പഠിക്കണ കാലത്ത് ഒരു തഫ്സീർ കേട്ടാണ്. നബിതങ്ങൾ സഹാസൻ തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയെ കണ്ടപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തതാണ്, നബിതങ്ങൾ കല്യാണം കഴിച്ചാൽ ആഗ്രഹിച്ചപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹയോട് തലാഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തഫ്സീർ ജഹാലത്തിൻ്റെതോടോ എഴുതി വെച്ചിട്ടുണ്ട്. അത് നബിതങ്ങൾ സഹാസൻ തങ്ങൾ അതിൽ നിന്ന് എന്താണ്, പരിശുദ്ധവാനാണ്. ഒരാളെ കണ്ടതിന്റെ പേരിലൊന്നും നബിതങ്ങൾ സഹാസങ്ങൾക്ക് എന്തുണ്ടാവില്ല, അള്ളാഹുവിന്റെ കൽപ്പനക്കപ്പുറത്ത് ആഗ്രഹം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതൊക്കെ വേറെ വകുപ്പിലുള്ള കേറ്റിക്കൂട്ടലുകളാണ്. സത്യത്തിൽ ഇതാണുള്ളത്. ഏത്? അതുകൊണ്ടാണ് നബിതങ്ങൾ സഹാസങ്ങൾ പറഞ്ഞത് അംസിക് അലൈക സൗജക്, നിന്റെ ഭാര്യനെ എന്ത് ചെയ്തോ, അവിടെ നിർത്തിക്കോ, കൊണ്ടുവരുന്നോ, ഇത്തഖില്ല, അള്ളാഹിനെ സൂക്ഷിക്ക് എന്ന് പറഞ്ഞ തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങള്. അപ്പൊ അള്ളാഹു വരിയല്ലേ എന്തിന്, വതഖ്ശവന്നാസ, ജനങ്ങളെ എന്ത് ചെയ്യാണ്, പേടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ നബിതങ്ങൾക്ക് എന്തില്ല. പിന്നെ അള്ളാഹു അറിയിച്ച കാര്യത്തെ നബിതങ്ങൾ സഹാസങ്ങൾ എന്ത് ചെയ്തതാണ്, മറച്ചു വെച്ചതാണ്. ജനങ്ങൾ എന്തില്ലാക്കാൻ വേണ്ടിയിട്ട്, ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് 2 ആഴ്ച നിങ്ങൾക്ക് ലീവാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്.